All right. Welcome back. Thank you so much for joining today's session. Another session like join ചെയ്തിട്ടുള്ളവരെയും വെൽക്കം ചെയ്യുന്നു. How are you doing? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ് വിചാരിക്കുന്നു. Okay. Are you there? If you are there, just comment down. Just comment down. Okay. Good morning. Thank you. Thank you so much. So first of all, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ട്രെയിനിങ് നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ബാക്കി പാർട്ട് ഇന്ന് നമ്മൾ ആരംഭിക്കും. Then special announcement at the end of the program that we have നമ്മളുടെ എന്നുള്ളതുപോലെ നിങ്ങളുടെ ഒരു എന്താ പറയുക വിന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ എത്ര മണിക്കാണ് എണീറ്റത് കമന്റ് ചെയ്യും. കമന്റ് ആവും. When did you wake up? എത്ര മണിക്കാണ് നിങ്ങൾ എണീറ്റിട്ടുള്ളത്? കമന്റ് ആവും. 5 AM, 4 AM, 3:20 AM, 4:30 AM, okay, 4:50 AM, 5:20 AM, okay. And why we are waking up so early? എന്തിനാ അത്ര നേരത്തെ എണീക്കുന്നത് നമ്മൾ? ആൻഡ് വാട്ട് ആർ വി ഡൂയിങ്? എന്താ നമ്മൾ ചെയ്യുന്നത്? പല ആൾക്കാർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിക്കോളും. ഒന്ന് ഷെയർ ചെയ്യാം. എന്താണ് നിങ്ങൾ 4:20 എണീറ്റിട്ട് 4 മണിക്ക് എണീറ്റിട്ട് 4:30 എണീറ്റിട്ട് എന്താ നിങ്ങൾ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? ടെൽ മീ. 5:30ക്കും 4:30ക്കും ഒക്കെ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. കാരണം പലരും പല ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. പ്രെയർ ഉണ്ടാകാം, മെഡിറ്റേഷൻ ഉണ്ടാകാം, തെറാപ്പി ഉണ്ടാകാം. Many things you have been doing. Okay, നമസ്കാരം, റീഡിങ്, പ്രെയർ, ഓക്കെ, വെരി ഗുഡ്. റീഡിങ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. ഫാന്റാസ്റ്റിക്. ഓക്കെ, നേരത്തെ എണീറ്റിട്ട് യോഗ, എക്സസൈസ്, വാക്കിംഗ്, ഓക്കെ, ഇത്രയും നേരത്തെ എണീറ്റിട്ട് വാക്കിംഗ് ഉണ്ട്. ഓക്കെ, നടക്കാൻ പോകും, വെരി ഗുഡ്. മെഡിറ്റേഷൻ ഉണ്ട്, എക്സസൈസ് ഉണ്ട്, ഓക്കെ, പ്രെയർ, ഹീലിംഗ്, ജേർണലിംഗ്, മെഡിറ്റേഷൻ, ഓക്കെ, സലീന, വെരി ഗുഡ്. തഹജ്ജുദ്, ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. പ്രെയർ, ഓക്കെ, മെനി, നടക്കാൻ പോകും, എക്സസൈസ്, റീഡിങ്, പ്രെയർ, ഓക്കെ. അപ്പോൾ ഓക്കെ, പലരും പല രീതിയിലുള്ള അല്ലേ? സജനാനോഷ, നമസ്കാരം, റീഡിങ്, ഓക്കെ. അപ്പോൾ അതായത് പ്രാർത്ഥന, പിന്നെ റീഡിങ്, അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ചെയ്തു പോകണം. 1 AM എണീറ്റിട്ടുള്ളത്. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് 1 മണിക്ക് എണീക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ ചിലപ്പോൾ ടൈമിംഗ് വിദേശത്തുള്ള ടൈം ആയതുകൊണ്ടാണോ എണീക്കുന്നത്? ജസ്റ്റ് സമയം, നോർമലി നിങ്ങൾ എണീക്കുന്ന ടൈമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ജസ്റ്റ് കമന്റ് ഡൗൺ റെഡി ആൻഡ് എക്സൈറ്റഡ് എന്നുള്ളതിന് RE എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ RE. ജസ്റ്റ് കമന്റ് ഡൗൺ RE. ജസ്റ്റ് കമന്റ് ഡൗൺ RE. യോ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ഉണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു വിഷയം? ദ ചാലഞ്ചസ് വി ഫേസ് വെൻ വി ആർ സെറ്റിംഗ് ഔട്ട് ടു അച്ചീവ് അവർ ഗോൾസ്. നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ശരിയല്ലേ? നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇനി എന്താണ് പറയാനുള്ളത്? ദ ചാലഞ്ചസ് വി ഫേസ്. ഓരോ ദിവസവും ഓരോന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓരോ പോയിന്റുകളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റുകൾ, ഒന്ന് ലാക്ക് ഓഫ് ക്ലാരിറ്റി ആൻഡ് ഫോക്കസ്, മറ്റൊന്ന് പ്രൊക്കാസ്റ്റിനേഷൻ, നീട്ടിവെക്കുന്ന സ്വഭാവം, അടുത്തത് ഫിയർ ഓഫ് ഫെയിലിയർ, അതേപോലെ തന്നെ നമ്മുടെ പ്രശ്നം ഉണ്ടായിരുന്ന ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി, അതേപോലെ തന്നെ ഓവർവെൽം ആൻഡ് സ്ട്രെസ്. 6ാമത്തെ പോയിന്റ് നെഗറ്റീവ് സെൽഫ് ടോക്ക് ആൻഡ് ലിമിറ്റിംഗ് ബിലീഫ്. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് 7ാമത്തെ പോയിന്റ് ആണ്, ലാക്ക് ഓഫ് സപ്പോർട്ട് ഓർ അക്കൗണ്ടബിലിറ്റി ഇഷ്യൂ. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് ആരംഭിക്കാം. ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതിൽ ഏതാണ് ലാസ്റ്റ് പോയിന്റ്? ഏതാ സംസാരിച്ചറിയോ? ഏതാണെന്നറിയോ ലാസ്റ്റ് പോയിന്റ്? കഴിഞ്ഞ ദിവസം സംസാരിച്ചത് എന്തിനെ കുറിച്ചാണോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കമന്റ് ഡൗൺ, എനിവൺ? ഓക്കെ, എല്ലാവരും ഒന്ന് വീഡിയോയിൽ വരും കേട്ടോ. പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. അസീസ് അഹമ്മദ്, അസീസ് ഖാൻ, അനീസ് അഹമ്മദ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? കൊല്ലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ട്രിവാൻഡ്രം, കൊല്ലം, എന്താണ് വിശേഷങ്ങൾ? സിമി, ജമീല, സുബിത മാം, സജന, നൗഷാദ്, പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. നിങ്ങളൊക്കെ വീഡിയോയിൽ വരിക. ഓക്കെ, TVM, അനീസ് മുഹമ്മദ്, യെസ്. ട്രിവാൻഡ്രത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് നിങ്ങളെ കാണുന്നത്. ഓക്കെ, വേറെ ആരൊക്കെയാ ഉള്ളത്? ഓക്കെ, സുഖമായിട്ട് പോകുന്നു. ഓക്കെ, വെരി ഗുഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് ഈ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്ന വിഷയമായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നെഗറ്റീവ് സെൽഫ് ടോക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്റേണൽ ഡയലോഗ് ദാറ്റ് അണ്ടർമൈൻസ് കോൺഫിഡൻസ്.
നമ്മളുടെ കോൺഫിഡൻസ് തീരുമാനിക്കുന്ന ഇന്റേണൽ ഡയലോഗ്സ് ഉണ്ട്. ദിസ് ഈസ് വെരി ഡേഞ്ചറസ്. ദിസ് ഈസ് കൺട്രോളിങ് യു. ദിസ് ഈസ് ദ ബേസിക് ഓഫ് പ്രോഗ്രാമിംഗ്. അല്ലെങ്കിൽ യഥാർത്ഥ പ്രോഗ്രാമിംഗ് കാണിക്കുന്ന ഇതാണ്. നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന സെൽഫ് ടോക്ക് എന്താണ്. ആൻഡ് ദിസ് ഇസ് കംസ് ഫ്രം സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്. ലിമിറ്റിംഗ് ബിലീഫിൽ നിന്ന് വരുന്നതാണിത്. ആൻഡ് ആ സെൽഫ് ടോക്ക് തന്നെയാണ് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൊല്യൂഷൻ എന്താ പറഞ്ഞിരുന്നത്? പ്രാക്ടീസ് കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് ബൈ റീപ്ലേസിംഗ് നെഗറ്റീവ് തോട്ട്സ് വിത്ത് എംപവറിംഗ് വൺസ്. നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആക്കി മാറ്റിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റീഫ്രെയിം ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണെന്ന് ചലഞ്ച് ലിമിറ്റിംഗ് ബിലീഫ്സ് വിത്ത് എവിഡൻസ് ഓഫ് പാസ്റ്റ് സക്സസ് ഓർ പോസിറ്റീവ് അഫർമേഷൻസ്. ലിമിറ്റിംഗ് ബിലീഫ്സിനെ പാസ്റ്റ് സക്സസ് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അതിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. ആൻഡ് പോസിറ്റീവ് അഫർമേഷൻസ്. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് സപ്പോർട്ടീവ് പീപ്പിൾ ഹു അപ്ലിഫ്റ്റ് യു. നമുക്ക് എന്താ വേണ്ടത്? അടുത്തത് എന്താണ്? നമുക്ക് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് സപ്പോർട്ടീവ് പീപ്പിൾ ഹു വിൽ അപ്ലിഫ്റ്റ് യു. നമുക്ക് വേണ്ടത് കറക്റ്റ് നമ്മളുടെ ചുറ്റിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ല ആൾക്കാരെ, നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ഹാവ് ടു ബ്രിങ് അറൗണ്ട്, നമ്മുടെ കൂടെ കൊണ്ടുവരണം. ഓക്കെ. ആൻഡ് ഏഴാമത്തെ പോയിന്റ് വരുന്നത് അതാണ് ലാക്ക് ഓഫ് സപ്പോർട്ട് ഓർ അക്കൗണ്ടബിലിറ്റി. നമ്മൾ അക്കൗണ്ടബിലിറ്റി ഇല്ലാതിരിക്കുക. നമുക്കൊരു ഉത്തരവാദിത്ത ബോധം നമുക്കില്ല. ആ ഉത്തരവാദിത്ത ബോധം നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ടബിൾ ആവണം. ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണറൊക്കെ നമുക്ക് വേണം. നമുക്കൊരാളോട് കമ്മിറ്റ്മെന്റ് കീപ്പ് ചെയ്യണം. സോ ചലഞ്ച് എന്താണ്? പ്രോബ്ലം ഫീലിംഗ് ഐസൊലേറ്റഡ് വിത്തൗട്ട് എ സപ്പോർട്ട് സിസ്റ്റം ഓർ അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ്. നമുക്ക് അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ് ഇല്ലാതെ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ഒരാളില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒറ്റപ്പെട്ടു പോവുക. ഗോൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് വി നീഡ് എ ടീം. നമുക്കൊരു ടീം വേണം. പലപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമുക്കെന്ന് വെച്ചാൽ നീ പഠിച്ചോ, നീ കാര്യങ്ങൾ ചെയ്തോ, അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഒരു കമ്പൈൻ സ്റ്റഡിക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പൈൻ സ്റ്റഡിക്ക് ഒരാളുണ്ടാവുന്നു, അല്ലെങ്കിൽ നമുക്ക് അധ്യാപകരുണ്ടാവുന്നു, നമുക്ക് കോച്ചുമാരുണ്ടാവുന്നു. വി നീഡ് ദാറ്റ്. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് എ സപ്പോർട്ടീവ്. ആൻഡ് ഹൂ ഈസ് യുവർ സപ്പോർട്ടീവ്? ആരാ നിങ്ങൾക്കുള്ളത്? നിങ്ങളും നിങ്ങളുടെ ഗോള് മാത്രമേ ഉള്ളൂ? നിങ്ങളും തന്നെയുള്ളൂ? വേറെ ആരും ഇല്ലേ? ദെൻ ദാറ്റ്സ് എ സീരിയസ് ചലഞ്ച്. നിങ്ങൾ ചിലപ്പോൾ അനുഭവിക്കുന്ന ചലഞ്ചായിരിക്കാം. പക്ഷെ വേറെ ആൾ ഉണ്ടായിക്കോണം നിർബന്ധമില്ല, അല്ലെങ്കിൽ വേറെ ആൾ ഉണ്ടാവും എന്ന് യാതൊരു ഉറപ്പുമില്ല. എത്ര പേര് ഇത് അനുഭവിക്കുന്നുണ്ട്? ഞാൻ ഒറ്റയ്ക്കാണ്. ഇതിന്റെ പേരിൽ പലപ്പോഴും നീട്ടിവെക്കുന്നു. നമ്മുടെ ബോസ് നമ്മൾ തന്നെയാണ്, വേറെ ആരും ഇല്ല. നമ്മളെ നോക്കാൻ വേറെ ആരും ഇല്ല, നമ്മൾ ചെക്ക് ചെയ്യാൻ വേറെ ആരും ഇല്ല. ഈ മോർണിംഗ് ക്ലാസ്സിൽ തന്നെ വരുന്നത് എന്തിനാണ്? അങ്ങനെ ഒരാളുണ്ടല്ലോ എന്നൊരു പ്രതീക്ഷയിൽ വരുന്നതാണ്. ഓക്കെ, അങ്ങനെ ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. സോ ഡു യു അഗ്രി വിത്ത് മീ? യെസ്. മോർണിംഗ് ക്ലാസ്സിൽ ഞാൻ ഇവിടെ വരുന്നത്, നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുന്നു, ഇതിനിടയിൽ ഓരോ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പോയിന്റ്സ് കിട്ടുന്നു? ലൈക്ക് യു സീ യുവർ സെൽഫ് ആസ് എ അക്കൗണ്ടബിലിറ്റി പാർട്ണർ. യു ക്യാൻ കൺസിഡർ യുവർ സെൽഫ്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ഡിക്ലെയർ. നിങ്ങൾക്ക് ഇവിടെ ഡിക്ലെയർ ചെയ്യാം, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ളത്. ഡു യു വാണ്ട് ദാറ്റ്? വി ക്യാൻ സ്റ്റാർട്ട് എ ചലഞ്ച്. നമുക്കൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇത്ര പഠിക്കും, ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്യും. ഡു യു വാണ്ട് ദാറ്റ്? ഇഫ് യു വാണ്ട് ദാറ്റ്, ജസ്റ്റ് കമന്റ് ഡൗൺ യെസ്. നമുക്കൊരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ ആയിട്ട് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് മാറ്റിയെടുക്കാം. വി ക്യാൻ ബിൽഡ് ദിസ്. ഓക്കെ, സെഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൽ ഒന്ന് അയക്കുന്ന മെസ്സേജ് ശരത്, സ്റ്റാർട്ട് ഇൻ എവറി ഗ്രൂപ്പ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇഫ് യു ഹാവ് ഇൻട്രസ്റ്റ് വി ക്യാൻ ഡു ദാറ്റ്. നമുക്ക് എന്ത് ചെയ്യാം? ആരംഭിക്കാം. കാരണം പലപ്പോഴും നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 സോഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കാര്യം ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ, ഒരു ലക്ഷ്യം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും അക്കൗണ്ടബിൾ ആണ്. അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താണ്? കറക്റ്റ് വേർഡിന്റെ അർത്ഥം ഒന്ന് അറിയാവോ? ആരെങ്കിലും ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊന്ന് കമന്റ് ചെയ്യാവോ? വട്ട് ഈസ് ദ വേർഡ് ഓഫ് അക്കൗണ്ടബിൾ? അക്കൗണ്ടബിൾ ആവുക എന്ന വാക്കിനർത്ഥം എന്താ അതിനർത്ഥം? അക്കൗണ്ടബിൾ ആവാന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരവാദിത്തമുള്ള, അല്ലേ?
കറക്റ്റ് വേർഡ്, ഉത്തരവാദിത്തമുള്ള. അപ്പൊ ഒരു ഉത്തരവാദിത്തം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നമുക്ക് ഉത്തരവാദിത്ത ബോധം ഉണ്ടാവണം. അതിനൊരാൾ ഉണ്ടായാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ അത് ഉണ്ടായി കഴിഞ്ഞാൽ തുടക്കത്തിൽ പല ആൾക്കാർക്കും എന്താ വെച്ചാൽ അതില്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെ ചാലഞ്ചസ് ഉണ്ടാവും. ഒരാൾ നോക്കാനില്ലല്ലോ, ഒരാൾ ചെക്ക് ചെയ്യാനില്ലല്ലോ, ഒരാൾ കാര്യങ്ങൾ അന്വേഷിക്കാനില്ലല്ലോ. പറഞ്ഞോ അല്ലേ? നമുക്ക് അതിന്റെ പേരിൽ നമ്മൾ ഉഴത്തി പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച്, കുറെ ചലഞ്ചുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. 6ഓളം ചലഞ്ചുകൾ പറഞ്ഞു. ഇത് 7ാമത്തെ ചലഞ്ചാണ്. നമുക്ക് ആരുമില്ല എന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു. നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ഫീലിംഗ് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് ആരും നോക്കാനില്ല, ആരും ചോദിക്കാനില്ല, ആരും ശ്രദ്ധിക്കാനില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഉഴപ്പുന്നു. ഈസിൻ്റെ റൈറ്റ്. ഇതൊരു വലിയ ചലഞ്ചായിട്ട് ഫേസ് ചെയ്യാറില്ലേ? ഉണ്ട്. പലർക്കും ഒരു ട്രാക്ക് തെറ്റുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണ്? അതിനെന്താ ചെയ്യാൻ പറ്റുക? നമ്മളെപ്പോലുള്ള കമ്മ്യൂണിറ്റികൾ ജോയിൻ ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ അനൗൺസ് ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ പ്രഖ്യാപിക്കുക, സ്വന്തം കാര്യങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുക. ഉത്തരവാദിത്തങ്ങളിലേക്ക് നമ്മളെ വലിച്ചെറിയുക. ത്രോ യുവർ സെൽഫ് ഇൻ ടു റെസ്പോൺസിബിലിറ്റീസ്, ത്രോ യുവർ സെൽഫ് ഇൻ ടു അക്കൗണ്ടബിലിറ്റി. മറ്റുള്ളവരുടെ മുൻപിൽ എന്ത് ചെയ്യുക? നമ്മൾ അങ്ങോട്ട് പറയുക, പ്രഖ്യാപിക്കുക. ഞാൻ ഇത്രയും അച്ചീവ് ചെയ്യാൻ പോകുന്നു. പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ലേ, ഇനി പിന്നെ മാനം കാക്കണം. ചെയ്തേ പറ്റൂ. പ്രോമിസ് ചെയ്തേ പറ്റൂ. വാക്ക് പാലിക്കണം. പറഞ്ഞോ? സോ എല്ലാ ദിവസവും മോർണിംഗിൽ ക്ലാസ് ഉണ്ടാവുന്നത് ഞാൻ അങ്ങ് പ്രഖ്യാപിച്ചു. പിന്നെ കുടുങ്ങിയില്ലേ? ക്ലാസ് തന്നേ പറ്റൂ. പറഞ്ഞോ? ഐ ആം അക്കൗണ്ടബിൾ ഫോർ യു. നിങ്ങളാണ് എൻ്റെ അക്കൗണ്ടബിലിറ്റി പാർട്ണർ. ഐ ഹാവ് ടു കം, ഐ ഹാവ് ടു വേക്ക് അപ്പ്. എത്ര ക്ഷീണമുണ്ടെങ്കിലും, എത്ര ഉറക്കമുണ്ടെങ്കിലും, എത്ര വൈകി ഉറങ്ങിയാണെങ്കിലും ഐ ഹാവ് ടു വേക്ക് അപ്പ് ആൻഡ് ഡു ഇറ്റ്. ആൻഡ് സംടൈംസ് ദാറ്റ്സ് വൈ എൻ്റെ കണ്ണുകൾ എന്താ വെച്ചാൽ ചിലപ്പം എന്താ പറയുക, ഉറക്കത്തിന്റെ ക്ഷീണം ഉണ്ടാവും. വ്യക്തമായിട്ട് ഒരു എന്താ പറയുക, ക്ലിയർ ആയിട്ട് ഉറക്കം കിട്ടാത്ത ദിവസങ്ങളുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇന്നലെ മോർണിംഗിൽ എനിക്ക് ക്ലാസ് എടുക്കൽ നിർബന്ധമാണ്. സൺഡേ ആണ്. ഞാൻ എത്ര മണിക്കാണ് കിടന്നുറങ്ങുന്നതെന്ന് അറിയോ? ഇന്നലെ സാറ്റർഡേ ഈവനിങ്ങിൽ കാലിക്കറ്റ് ആയിരുന്നു. അവിടെ സ്പെൻഡൊക്കെ ചെയ്ത് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് രാത്രി ബീച്ചിൽ ഏകദേശം ഒരുപാട് നേരം സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നേരം എന്താ പറയുക, കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഒരു 2-3 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് വരുന്നത്. ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താണ്. എന്നിട്ട് അവിടുന്ന് വരുമ്പോൾ അത് നിർബന്ധമായിരുന്നു, ആവശ്യമായിരുന്നു. അപ്പം അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ 3 മണിയായിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഏകദേശം 4 മണി, 4:30 ആയിട്ടുണ്ട്. കിടന്നുറങ്ങി 5:30 എണീറ്റ് തലയൊന്നും പൊങ്ങുന്നില്ല. ആകെ വണ്ണം വരെ ഉറങ്ങിയിട്ടുള്ളൂ. വീണ്ടും ഒരു 15 മിനിറ്റ് കൂടെ കിടന്ന് ഒരു 5:45 ആയി. ഇന്ന് എണീറ്റ് ഇങ്ങനെ വന്ന് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് നേരെ സെഷൻ തുടങ്ങി. എൻ്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ്സ് ഓക്കെ. സംടൈംസ് യു കനോട്ട് ഡു ഇറ്റ് പെർഫെക്റ്റ്ലി. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ യു ആർ അക്കൗണ്ടബിൾ. യു ഹാവ് ടു ഡു ഇറ്റ്. ചെയ്തേ പറ്റും. ഞാൻ ആരുടെ മുൻപിലും തന്ന വാക്കാണ്. ഐ വിൽ കം ആൻഡ് ഡു ഇറ്റ് എവറി സൺഡേ. എല്ലാ സൺഡേയിലും ഞാൻ വന്നിട്ട് ചെയ്യും എന്ന് പറയുന്നൊരു വാക്ക് തന്നതാണ്. ഏത് ഇറ്റ്സ് മീ ദ റിയൽ മീ എന്ന് പറയുന്ന സെഷൻ. അതിനാളെയൊക്കെ അറേഞ്ച് ചെയ്തതാണ്. ഐ ഹാവ് ടു ഡു ഇറ്റ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തലേ ദിവസം പോകുന്നത്. നാളെ മോർണിംഗിൽ ഇങ്ങനെ എണീക്കുന്നത്. അപ്പോൾ മനസ്സ് പ്രിപ്പയർഡ് ആയിരുന്നു. ഐ ഹാവ് ടു വേക്ക് അപ്പ് ആൻഡ് ഡു ഇറ്റ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നമ്മളുടെ മൈൻഡിൽ എന്താ വെച്ചാൽ, അപ്പോൾ അതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. സോ യു ആർ മൈ അക്കൗണ്ടബിൾ പാർട്ട്നേഴ്സ്. ആൻഡ് ഹൂ ഈസ് യുവർ അക്കൗണ്ടബിൾ പാർട്ട്ണർ? നിങ്ങളുടെ അക്കൗണ്ടബിൾ പാർട്ട്ണർ ആരാ? ഹൂ ഈസ് ഇറ്റ്? സോ ഫൈൻഡ് ആൻ അക്കൗണ്ടബിൾ പാർട്ട്ണർ. നിങ്ങൾ ആരോട് പ്രഖ്യാപനം നടത്തും? കാരണം നമുക്ക് എന്താ വെച്ചാൽ, നമുക്കൊക്കെ നമ്മളുടെ ലൈഫിൽ ചലഞ്ചസ് നമുക്ക് മറികടക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ണർ ഒന്നുകിൽ നമ്മൾ തന്നെ ആവണം നമ്മുടെ അക്കൗണ്ടബിലിറ്റി പാർട്ണർ. നമ്മളായിരിക്കണം നമ്മുടെ അക്കൗണ്ടബിലിറ്റി. വേറെ ആരുമില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആവും. എങ്ങനെ? ഇതിപ്പോ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അത് എനിക്ക് വേണമെങ്കിൽ അങ്ങനെ കാണാം. പക്ഷേ
അല്ലെങ്കിലും ആണെങ്കിലും നിങ്ങൾ എന്നോട് ചോദിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അക്കൗണ്ടബിലിറ്റി പാർട്ണറായിട്ട് നിർത്തിയേ പറ്റും. പക്ഷെ വേറൊരാൾ ഉണ്ടാകുന്നത് എളുപ്പമാണ്. വേറൊരാളോട് കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നത് എളുപ്പമാണ്. എന്നിട്ട് ആ റെസ്പെക്റ്റ് കൊടുക്കുക. അതാണ് അക്കൗണ്ടബിലിറ്റി പാർട്ണർ. അക്കൗണ്ടബിലിറ്റി പാർട്ണർ എന്ന് പറയുന്നത് അയാളുമായിട്ട് ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. യു ഹാവ് ടു ബിൽഡ് ദ ട്രസ്റ്റ്. ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. ഞാനവിടെ വരും എന്ന് പറഞ്ഞാൽ വരും, ഞാനത് ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യും. ഇല്ലെങ്കിൽ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. സോ അക്കൗണ്ടബിലിറ്റി ഈസ് വാട്ട്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ബിൽഡിംഗ് ട്രസ്റ്റ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരിക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കണം. യു ഹാവ് ടു. ക്ലിയർ ആണോ? ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഞാൻ ഇത്ര സമയത്തിന് എത്തുന്ന പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ നഷ്ടപ്പെടും. ആ വാല്യൂ നഷ്ടപ്പെടുന്നതുകൊണ്ട് എന്താ കുഴപ്പം? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മളുടെ ഉള്ളിൽ ഏറ്റവും വലിയ ഡേഞ്ചർ അതാണ്. നമ്മളുടെ ഉള്ളിൽ വാല്യൂ നഷ്ടപ്പെടും. വേറൊരാളുടെ വാല്യൂ നഷ്ടപ്പെടുന്നതല്ല പ്രശ്നം. വേറൊരാളുടെ മുമ്പിൽ വാല്യൂ നഷ്ടപ്പെടുന്നതല്ല പ്രശ്നം. നമുക്ക് നമ്മുടെ സെൽഫിനോട് റെസ്പെക്ട് ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ സെൽഫിൽ ബിലീഫ് ഉണ്ടാവില്ല. നമുക്ക് നമ്മളുടെ സെൽഫിൽ കോൺഫിഡൻസ് ഉണ്ടാവില്ല. സോ നോ, ഡു യു അഗ്രി വിത്ത് മീ? നമുക്ക് നമ്മളെ കുറിച്ചൊരു സെൽഫ് ഇമേജ് വരും. ഐ ആം നോട്ട് എ പേഴ്സൺ ഹു കീപ്സ് വേർഡ്. ഐ എം നോട്ട് എ പേഴ്സൺ ഹു ഇസ് റെസ്പോൺസിബിൾ. ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്നൊരു ഫീലിംഗ് നമുക്ക് വന്നു തുടങ്ങും. യെസ് ഓർ നോ? എത്ര പേർ അംഗീകരിക്കുന്നു? ആൻഡ് ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതല്ല പ്രശ്നം. നമുക്ക് നമ്മളെക്കുറിച്ച് എന്ത് ഇമേജ് ഉണ്ടാവും? That's very dangerous, because whatever that is the image that we are creating, or whatever the thoughts that we are thinking about ourselves when we are not fulfilling our commitment, that becomes a very dangerous self-negative image. That becomes our belief system, and that will become the limiting belief which will control our life and drive our life every day. നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു കാര്യം നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾക്ക് നമ്മളെക്കുറിച്ചുണ്ടാകുന്ന ഒരു സെൽഫ് ഇമേജ് ഉണ്ട്. ആ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് ഞാൻ പോരാ എന്നുള്ള ഇമേജാണ്, ഞാൻ ഉത്തരവാദിത്ത ബോധമില്ല എന്നുള്ള ഇമേജാണ്, നമ്മുടെ ഉള്ളിൽ എന്താ വെച്ചാൽ ശരിയല്ല എന്നുള്ള ഇമേജാണ്. മറ്റുള്ളവരുടെ മുൻപിൽ വാല്യൂ നഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും അപകടമാണ് നമുക്ക് നമ്മളെക്കുറിച്ച് നമ്മളുടെ ഉള്ളിൽ. അപ്പോൾ മറ്റുള്ളവരെ മുൻപിലും എന്തായാലും വാല്യൂ നഷ്ടപ്പെടാം, നോ ഡൗട്ട്. ആ വാല്യൂ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. അങ്ങനെ നമ്മളുടെ മുൻപിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വാല്യൂ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ഫോർ us. നമ്മളെക്കുറിച്ച് എന്ത് ചെയ്യും? വാല്യൂ നഷ്ടപ്പെടും. ആ വാല്യൂ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ ഡിസിഷനായി മാറുന്നത്. അത് നമ്മുടെ വിശ്വാസമായി മാറും. അത് നമ്മുടെ കാഴ്ചപ്പാടായിട്ട് മാറും. അത് നമ്മുടെ സെൽഫ് ഇമേജായി മാറും. നമ്മളെക്കുറിച്ചുള്ളൊരു ചിത്രമായി മാറും. നമുക്ക് നമ്മളെക്കുറിച്ചിട്ടുള്ള ഒരു മനോഭാവം, ചിത്രം, കാഴ്ചപ്പാട്, അത് ഓക്കെ, ഒന്നിനും കൊള്ളാത്തവനാണ്, അല്ലെങ്കിൽ വാക്ക് പറഞ്ഞ പാലിക്കാത്തവനാണ്, ശരിയില്ല എന്നുള്ള ഒരു സാധനം ആ ഇമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. നമുക്ക് നമ്മളിൽ വിശ്വാസം നഷ്ടപ്പെടും. നമുക്ക് ധൈര്യമില്ലാതാവും. നമുക്ക് പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാൻ കഴിയാതും. അങ്ങനെയല്ലേ നമ്മുടെ പ്രൊജക്റ്റുകൾ നിന്നുപോയത്? അങ്ങനെയല്ലേ പല പ്രൊജക്റ്റുകൾ, പല ഐഡിയാസും ഉണ്ടായിട്ട് ഇപ്പോഴും ചെയ്യാത്തത്? അതല്ലേ നിങ്ങളുടെ പേടി? അതല്ലേ നിങ്ങളുടെ ഫിയർ ഓഫ് ഫെയിലിയർ? അതല്ലേ 5ാമത്തെ പോയിന്റ് പറഞ്ഞ ഫിയർ ഓഫ് ഫെയിലിയർ വരാനുള്ള കാരണം? യെസ് ഓർ നോ? ഇപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ളത് അതുകൊണ്ടല്ലേ? നിങ്ങളെ സംശയിക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താണ്? നിങ്ങൾ ഇതിനു മുൻപ് പലതവണ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ പാലിച്ചിട്ടില്ല. നിങ്ങൾ പരിശീലിക്കാന്ന് പറഞ്ഞിട്ട് പരിശീലിച്ചിട്ടില്ല. നിങ്ങളെ കൊണ്ട് കഴിയില്ല, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തില്ല. അതുകൊണ്ടെന്ന് വെച്ചാൽ നൗ യു ആർ തിങ്കിങ് അബൌട്ട് ലൈക്ക് ഓക്കെ, ദിസ് ഈസ് മൈ റിയാലിറ്റി. ഇതാണ് ആ റിയാലിറ്റി. നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ റിയാലിറ്റി ആയി മാറും. ആ റിയാലിറ്റി തന്നെ നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് സംഭവിക്കും. ആ റിയാലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. സോ യു ഹാവ് ടു ചേഞ്ച് ദാറ്റ് റിയാലിറ്റി ബൈ ബീയിങ് അക്കൗണ്ടബിൾ. ഉത്തരവാദിത്ത ബോധം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത്? ചെറിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. യു ഹാവ് ടു പ്രാക്ടീസ് അക്കൗണ്ടബിലിറ്റി ബൈ പ്രാക്ടീസിങ് ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ് ചെയ്യാം. എങ്ങനെ ടൈം മാനേജ്മെന്റ്? 5 മണിക്ക് എണീക്കുന്നു പറഞ്ഞാൽ 5 മണിക്ക് എണീക്കുക. 7 മണിക്ക് അവിടെ എത്തുമെന്ന് പറഞ്ഞാൽ 7 മണിക്ക് അവിടെ എത്തുക. 1 മണിക്കൂർ മുമ്പ് തന്നെ പുറപ്പെടാൻ റെഡി ആയിട്ടിരിക്കുക. So you will feel confidence. I am a person who keeps words. കടം വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് ഡേറ്റിന് പൈസ കൊടുക്കുക. കീപ് യുവർ വേർഡ്. ചെയ്യാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം തന്നെ വേണം. പക്ഷെ എല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ അത് ചെയ്യും വേണം. So when you keep your word, what happens? Your value increase not in the marketലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിലോ അല്ല, not only in the market or other people's minds. More importantly, it's an image about yourself. You're building a self image.
ആ സെൽഫ് ഇമേജ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, that will become your reality, that will manifest, that more of that will manifest. നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ വരും, കൂടുതൽ നിങ്ങൾ വിജയിക്കും, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കും, കൂടുതൽ വലിയ പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാനുള്ള ധൈര്യം വരും. അങ്ങനെ നിങ്ങൾ യു വിൽ ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ, നെക്സ്റ്റ് ലെവൽ, നെക്സ്റ്റ് ലെവൽ, നെക്സ്റ്റ് ലെവൽ. കോൺഫിഡൻസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യും, കറേജ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യും. അത് ഫസ്റ്റ് വരുന്നതാണ് ഒരാളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ. ഫസ്റ്റ് സി, 6 സി ഉണ്ട്. അതിൽ ഫസ്റ്റ് സി എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വാക്ക് കൊടുക്കുന്നു. അത് പാലിച്ചു കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് വരും എന്ത്? കറേജ്. വാക്ക് പാലിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന സാധനമാണ് കറേജ്, ധൈര്യം. കാരണം എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, ചെയ്യും എന്ന് പറഞ്ഞിറങ്ങി, എന്നിട്ട് ഇറങ്ങി തിരിച്ച് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെർഫെക്റ്റ് ഒന്നുമല്ല, മിസ്റ്റേക്സുകളൊക്കെ ഉണ്ട്. പക്ഷേ ഹി ഈസ് ഡൂയിങ് ഇറ്റ് ആൻഡ് അഗെയിൻ ഹി ഈസ് ഡൂയിങ് ഇറ്റ്, ഈസ് കീപ്പിംഗ് ദ വേർഡ്. പുള്ളിയോട് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുള്ള വാക്ക് പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഹീസ് ഷോയിങ് ദാറ്റ് കമ്മിറ്റ്മെന്റ്. എടുത്തിരിക്കുന്നു, ഞാൻ ഇന്ന പ്രൊജക്ട് ചെയ്യും, ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇത്ര സമയത്തുള്ളിൽ ഞാൻ ചെയ്തിരിക്കും, ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്തുള്ളിൽ ഞാൻ ആ ക്യാഷ് എത്തിച്ചിരിക്കും, ഇന്ന സമയത്തുള്ളിൽ ഞാൻ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എത്തിച്ചിരിക്കും, സർവീസ് എത്തിച്ചിരിക്കും, ഇത്ര ഭാഗം ഞാൻ പഠിച്ചിരിക്കും എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ പാലിക്കുമ്പോൾ നിങ്ങളിൽ കറേജ് ബിൽഡ് ചെയ്യുന്നു. ഐ ക്യാൻ ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ്, ഐ എം ഡൂയിങ് ഇറ്റ്, ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. സോ യു ആർ ബിൽഡിംഗ് ദാറ്റ് കറേജ്. ആ ധൈര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? യു ആർ റെഡി ടു ഗോ ത്രൂ എനിത്തിങ്. നിങ്ങൾ എന്തിലൂടെയും കടന്നു പോകാൻ വേണ്ടി റെഡിയാണ്. വെൻ കറേജ് ഈസ് ദെയർ, വാട്ട് ഹാപ്പൻസ്? നിങ്ങൾക്ക് കറേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം വരും. അതായത് ഇത് ചെയ്യാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസം വരുന്ന ആ ഒരു മൈൻഡിൽ നിന്നാണ് എന്ത് വെച്ചാൽ എന്തും പോസിബിൾ ആണ് എന്നുള്ള തിങ്കിങ് വരുന്നത്. എന്തും പോസിബിൾ ആണ് എന്ന് തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്രിയേറ്റീവ് ബ്രെയിൻ ഓപ്പൺ അപ്പ് ആവും. അപ്പൊ ബ്രെയിൻ കൊണ്ട് പലതും ചിന്തിക്കാനുള്ള ധൈര്യം വരും, പല ഐഡിയാസും ചിന്തിച്ചു തുടങ്ങും, എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ചലഞ്ചസ് വരുമ്പോൾ യു വിൽ ട്രൈ ടു ആ പ്രോബ്ലത്തെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കുന്നത് എന്താണ്? ഇതെങ്ങനെ മറികടക്കാം എന്നുള്ളതാണ്. സോ ഇതെങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അടുത്ത സി വരും എന്ത്? ആദ്യത്തെ സി കമ്മിറ്റ്മെന്റ്, സെക്കൻഡ് സി കറേജ്, ധൈര്യം വരും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ പോകുമ്പോൾ ധൈര്യമുണ്ട്, പ്രശ്നങ്ങൾ വരികയാണ്, പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ചലഞ്ചസ് വരികയാണ്. സോ യു ഹാവ് ടു ഫൈൻഡ് എ വേ. അതിനുവേണ്ടി വഴി കണ്ടെത്തണം. ആ കറേജ് ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അയാൾ ചിന്തിക്കുക എന്താണ്? എനിക്കിത് എങ്ങനെ മറികടക്കും? ഞാൻ ഇത് മറികടക്കും, എത്ര വലിയ പ്രശ്നം വന്നോട്ട് ഞാൻ മറികടക്കും, പക്ഷെ ഇതെങ്ങനെ ഞാൻ മറികടക്കും എന്ന ചിന്ത വരും. അങ്ങനെ ചിന്ത വരുമ്പോഴാണെന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി വർക്ക് ആവുന്നത്. നിങ്ങളുടെ ക്രിയേറ്റീവ് ബ്രെയിൻ വിൽ ഓപ്പൺ ആവും. ക്രിയേറ്റീവ് ബ്രെയിൻ ഓപ്പൺ ആകുമ്പോൾ എന്ന് വെച്ചാൽ ആ വഴികൾ നിങ്ങൾ കൊണ്ടുവരും, പല ഐഡിയാസ് നിങ്ങൾക്ക് വരും. അതിൽ പലതും എടുത്ത് അപ്ലൈ ചെയ്യും. പലതും അപ്ലൈ ചെയ്യുമ്പോൾ ചിലത് വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ. വർക്കൗട്ട് ആവാത്തത് പ്രശ്നമില്ല. പക്ഷെ വർക്കൗട്ട് ആവുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടും. അത് വെച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടുന്ന സമയത്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ റിസൾട്ട് കിട്ടും, നിങ്ങൾ രക്ഷപ്പെടും, ആ മറികടക്കും, റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. യു വിൽ ബിൽഡ് ദ കോൺഫിഡൻസ്. അതാണ് 4ാമത്തെ സി, ആത്മവിശ്വാസം. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസമായി. ആദ്യം കറേജ് ഉണ്ടായിരുന്നു. കറേജ് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് ഫിയർ, ഇറ്റ് ഈസ് ദ വില്ലിംഗ്നെസ് ടു ടേക്ക് ആക്ഷൻ ഈവൻ വെൻ തിങ്സ് ആർ നോട്ട് ഇൻ യുവർ ഫേവർ. നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലല്ല കാര്യങ്ങൾ പോകുന്നത്, പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാണ്? ധൈര്യമുണ്ടായിട്ടല്ല, ഭയമില്ലാത്ത അവസ്ഥയല്ല ധൈര്യം എന്ന് പറയുന്നത്. എന്നിട്ടും തീരുമാനമെടുക്കാനും മുന്നോട്ട് പോകാനുള്ള ധൈര്യമാണ്. അതൊരു എടുത്തുചാട്ടമാണ്. എന്നാൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് കോൺഫിഡൻസ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺഫിഡൻസ് ആൻഡ് കറേജ്? കറേജ് ഈസ് സംതിങ് യു ഡു ഇറ്റ് ഔട്ട് ഓഫ് എ ഷിയർ ബിലീഫ്. ഒരു ട്രസ്റ്റിന്റെ പുറത്ത് എടുക്കുന്ന ചാടുന്നതാണ്. And confidence is you have done something and you got some result. കുറച്ച് റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് വരുന്ന സാധനം ആത്മവിശ്വാസം, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ്. ആ സാധനം വരുമ്പോൾ അതാണ് 4ാമത്തെ സി പറഞ്ഞത്. നിങ്ങൾ കുറച്ച് കേപ്പബിലിറ്റീസ് ബിൽഡ് ചെയ്യും. യു വിൽ ബിൽഡ് കേപ്പബിലിറ്റീസ്. കോൺഫിഡൻസ് അല്ല നിങ്ങൾക്ക് വരിക, അതിന് മുൻപ് ക്രിയേറ്റിവിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബിൽഡ് കേപ്പബിലിറ്റി. ആൻഡ് ദാറ്റ് ഈസ് 4th സി. കോൺഫിഡൻസ് അല്ല കേട്ടോ, ക്രിയേറ്റിവിറ്റി കഴിഞ്ഞാൽ കേപ്പബിലിറ്റിയാണ്. റിസൾട്ട് കിട്ടും, റിസൾട്ടിൽ നിങ്ങൾക്ക് കേപ്പബിലിറ്റി ഉണ്ടാവും. അതായത് ഗെയിം കളിക്കുമ്പോഴേ, വീഡിയോ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒന്നും ഉണ്ടാവില്ല, നിങ്ങളങ്ങ് കയറി പോയിന്റ്സുകൾ വിൻ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആയുധങ്ങൾ കിട്ടും, അല്ലേ?
ഓരോ ലെവൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആയുധം കിട്ടും. നല്ല ശക്തമായിട്ടുള്ള ആയുധങ്ങൾ നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ കേപ്പബിലിറ്റി കൂടെ ആയുധം നിങ്ങളുടെ കയ്യിൽ കിട്ടുക. എന്ന് പറഞ്ഞ പോലെ ഞാൻ എന്താ വെച്ചാൽ ഒന്നുമില്ലാത്തടത്ത് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നിടത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, എഗെയിൻ കമ്മിറ്റ്മെന്റ് എടുക്കണം. ഞാൻ ഇത് ചെയ്യും, എനിക്ക് ചെയ്തേ പറ്റൂ, എനിക്ക് വേറെ വഴിയൊന്നുമില്ല, എനിക്ക് ചെയ്തേ പറ്റൂ, എൻ്റെ കുടുംബത്തിനെ നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വരുമാന മാർഗത്തിന് വേറെ വഴിയൊന്നുമില്ല എന്ന് തീരുമാനിച്ചിട്ട് കമ്മിറ്റ്മെന്റ് ഇടയ്ക്ക് തീരുമാനിച്ച് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഉള്ളിൽ പേടിയുണ്ട്, പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, സങ്കടങ്ങളുണ്ട്, കടം കൊടുക്കാനുള്ള ആൾക്കാരുടെ വിളിയുണ്ട്, പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉള്ള സമയത്തും ഇരുത്ത് രണ്ടും കൽപ്പിച്ച് തീരുമാനിക്കണം. എനിക്കിത് ചെയ്യപ്പെട്ടു, ഐ ഹാവ് ടു ഡു ഇറ്റ്. ഐ ലോസ്റ്റ് എവറിത്തിങ് ബട്ട് ഐ ഹാവ് ടു ഡു ഇറ്റ്. എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ പോലും രാവിലെ എണീറ്റിട്ട് കാര്യങ്ങൾ ചെയ്തേ പറ്റൂ, ഐ ഹാവ് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ആരുമില്ല, ഐ എം ഓൾ അലോൺ എന്ന ചിന്തയിൽ നിന്ന് നമ്മൾ രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് you do it and you build slowly you build the momentum and you build the result build ചെയ്യണം. അങ്ങനെ തീരുമാനം എടുത്തിട്ട് റിസൾട്ട് ബിൽഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, you build something out of nothing. സംതിങ് ക്രിയേറ്റീവായിട്ട് ആലോചിക്കേണ്ടി വരികയാണ്. അങ്ങനെ ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ കുറച്ച് റിസൾട്ട് കിട്ടി, അതിൽ നിന്ന് കുറച്ചുകൂടെ ബിൽഡ് ചെയ്തു. you build and you build and you build and you build and you build. അവിടുന്ന് കുറച്ച് റിസൾട്ട് കിട്ടുമ്പോൾ അതാണ് കോൺഫിഡൻസ്. ആ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ടീമായി, ഒരാളായി, അപ്പോൾ ഒരാളായി ധൈര്യം. പിന്നെ അങ്ങനെ ബിൽഡ് ചെയ്ത് രണ്ടാമതൊരാളങ്ങനെ കരഞ്ഞ് വിഷമിച്ച് സങ്കടപ്പെട്ട് എന്ത് ചെയ്യും ഞാൻ, എനിക്ക് എങ്ങനെ അല്ലേ, നമ്മളധികം ആൾക്കാർ ആ സ്റ്റേജിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടടുത്ത് ഞാൻ എന്താ വെച്ചാൽ കരഞ്ഞു വിഷമിച്ചു പോയിട്ടുണ്ട്. എന്താ ഇനി ചെയ്യാം, പേടിച്ചു പോയിട്ടുണ്ട്, കയ്യിൽ നിന്ന് പോവാണോ കാര്യങ്ങൾ എന്ന് പേടിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇരുന്ന് ആലോചിച്ച് എഫോർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്ത് ബിൽഡ് ചെയ്ത് തിരിച്ചു വന്നു. 1 by 1 തിരിച്ചു വന്നിട്ട് അപ്പോൾ ഓരോ ടീം മെമ്പേഴ്സിനും ഒരാളെ കിട്ടി, പിന്നെ ഒരാളും കൂടെ കിട്ടി. ആ രണ്ടുപേരെയും വെച്ചിട്ട് പിന്നെയും കുറെ പണിയെടുത്തിട്ട് എന്താ വെച്ചാൽ അടുത്ത 2 പേരെ റിക്രൂട്ട് ചെയ്തു. ഒരാളെ റിക്രൂട്ട് ചെയ്തു, പിന്നെ ഒരാളും കൂടെ റിക്രൂട്ട് ചെയ്തു, പിന്നെ ഒരാളെ റിക്രൂട്ട് ചെയ്തു, പിന്നെ ഒരാളെ റിക്രൂട്ട് ചെയ്തു. അങ്ങനെ റിക്രൂട്ട് ചെയ്ത് നൗ വി ആർ സോ കേപ്പബിൾ to build any project, to do any project. ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നതാണ്. എൻ്റെ തിരിച്ചുവരവില് ജസ്റ്റ് എന്ന് വെച്ചാൽ ഒറ്റ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് അറിയാം, 499 രൂപയ്ക്ക് ഞാൻ വിറ്റിട്ടുണ്ട്. അടുത്ത പ്രോഡക്റ്റ് നമ്മൾ വിൽക്കാൻ പോകുന്നത് 1,20,000 ആണ്. 499 രൂപയ്ക്ക് തുടങ്ങിയതാണ്. അധികം നാളൊന്നും ആയിട്ടില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ക്യാൻ കം ബാക്ക്. You can bloody come back. The thing is, make a commitment to yourself that you will come back. And you have to come back. You have no other option. ഒരു ഓപ്ഷനും ഇല്ല, വേറെ വഴിയില്ല. ഞാൻ അന്ന് എന്നോട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഷാഫി വേറെ വഴിയില്ല, പണിയെടുത്തിട്ട് വേറെ വഴിയില്ല. യു ലൂസ് എവറിത്തിങ്. ആര് വന്നോട്ടെ നിന്റെ ലൈഫിൽ, എന്നിട്ട് നിങ്ങൾ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടോട്ടെ, കംപ്ലീറ്റ് എടുത്തെറിഞ്ഞോട്ടെ, കംപ്ലീറ്റ് നഷ്ടപ്പെട്ടിട്ട് എന്താ വെച്ചാൽ എനിബഡി ക്യാൻ കം ആൻഡ് ടേക്ക് എനിത്തിങ് ഫ്രം യു. ആർക്കും വരാം, എന്നിട്ട് എന്ത് ചെയ്യാം, ആർക്കും വന്നിട്ട് എന്ത് ചെയ്യാം, നിന്റെ അടുത്ത് എടുത്തുകൊണ്ട് പോകാം. പക്ഷെ ഒരാൾക്കും നിന്റെ സ്കില്ലോ, നിന്റെ പാഷനോ, നിന്റെ സ്റ്റൈലോ, നിന്റെ എഫേർട്ടോ, നിന്റെ ഒരു വില്ലിങ്നെസ്സോ ഇതൊരാൾക്കും എടുക്കാൻ പറ്റില്ല. Nobody can take that. Your intelligence, nobody can take that. Your commitment, nobody can take that. നിന്റെ സ്ട്രാറ്റജി ആർക്കും കോപ്പി ചെയ്യാം, നിന്റെ അടുത്ത് കൂടെ വരാം, കൂടെ പഠിക്കാം, കാര്യങ്ങൾ ചെയ്യാം. Nobody can steal you, the soul, your soul. Nobody can steal that. When you do that, you just make a commitment that you will rise again and make it to the top. അത് പറയുമ്പോൾ ഈ ധൈര്യമൊന്നുമില്ല തുടക്കത്തിൽ. ഇപ്പം ഈ പറയുന്ന അടിക്കുന്ന ഡയലോഗൊന്നും വന്നില്ല. ഇത് പേടിയാണ്. What I'm gonna do? ഞാൻ എന്ത് ചെയ്യും? കരയാണ്, വിഷമിക്കുകയാണ്, ഒറ്റപ്പെടുകയാണ്. ഗോളുകൾ നേടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ
ചിലപ്പോൾ നിങ്ങൾക്ക് പരാജയം നേരിടും, അടിപതറും, തെറ്റും, എല്ലാം നഷ്ടപ്പെടും. എവറിത്തിങ് വിൽ ബി ഗോൺ. മുൻപിൽ വലിയ, ഒരിക്കലും തീർക്കാൻ പറ്റാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന വലിയ ഫൈനാൻഷ്യൽ ലയബിലിറ്റി വരും. പക്ഷേ നെട്ടല് കാണിച്ച് നിന്നിട്ട് പറയണം, ഐ ആം ഗോണ ടേക്ക് ഇറ്റ്. ഞാനിത് അവിടെ തന്നെ ഉണ്ട്, തന്നോ. ധൈര്യം ഉണ്ടാവില്ല പറയുമ്പോൾ, വേറെ വഴിയില്ലാത്തതുകൊണ്ട് എടുക്കുന്ന. ഓക്കെ ഓക്കെ, ആ കടം കൂടെ ഞാൻ ഏറ്റെടുക്കാം. ശരി, ആ ബാധ്യതയും കൂടെ ഞാൻ ഏറ്റെടുക്കാം. പണി കിട്ടിയതിന്റെ മുകളിൽ പണി കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ? ഉണ്ടോ? അങ്ങനെ അങ്ങനെ നിൽക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഡോണ്ട് ഗിവ് അപ്പ്. ഡോണ്ട് യു ഫക്കിംഗ് ഗിവ് അപ്പ്. ഡോണ്ട് ലെറ്റ് യുവർ മൈൻഡ് ടെൽ യു ദാറ്റ് ടു ഗിവ് അപ്പ്. പിന്തിരിയാൻ വേണ്ടിയിട്ട് നിന്റെ മനസ്സ് നിന്നോട് 1000 വട്ടം പറയും, കീഴടങ്ങാൻ പറയും, ആത്മഹത്യ ചെയ്യാൻ പറയും, എല്ലാം അവസാനിപ്പിക്കാൻ പറയും. ഡോണ്ട് യു ഡെയർ ടു ഡു ഇറ്റ്. അതിന് മനസ്സ് കാണിക്കരുത്, വിട്ടുകൊടുക്കരുത്, സഹിക്കരുത്, പിടിച്ചു നിൽക്കണം. പറ്റും, തിരിച്ചു വരാൻ നിനക്ക് പറ്റും. പറ്റും, നിനക്ക് തിരിച്ചു വരാം. നീ ചിന്തിക്കുകയാണ് ഇപ്പൊ പറ്റില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഒന്നും നടക്കൂല. മനസ്സ് വെക്ക്, പണിയെടുക്കുക, അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ചിലപ്പോൾ നീ കിടന്ന് കരയേണ്ടി വരും, പ്രാർത്ഥിക്കേണ്ടി വരും, നീ ഇതുവരെ ചെയ്യാത്ത സകല സംഗതിയും ചെയ്യേണ്ടി വരും. നീ ചെയ്യൂല എന്ന് വിചാരിച്ചത് ചെയ്യേണ്ടി വരും. നീ എന്തൊക്കെ അഹങ്കാരം കാണിച്ചിട്ടുണ്ടോ, ആ അഹങ്കാരങ്ങളൊക്കെ നീ വിട്ടൊഴിവാക്കേണ്ടി വരും. നീ നഗ്നനായിട്ട്, ഹംബിളായിട്ട്, കൈകൂപ്പി പ്രാർത്ഥിക്കേണ്ടി വരും, പണിയെടുക്കേണ്ടി വരും. ബി വില്ലിംഗ് ടു ഡു ദാറ്റ്. വിട്ടുകള അഹങ്കാരം. എന്നിട്ട് ഒന്നിന്ന് തുടങ്ങണം. ഒറ്റയ്ക്ക് തുടങ്ങാം. ഒറ്റയ്ക്ക് എല്ലാം ചെയ്യേണ്ടി വരും. ഡു ദാറ്റ്. And I did that. Okay? എന്ത് ചെയ്യും ഒന്നും അറിയില്ല, മുൻപിൽ ഒന്നും ഉണ്ടാവില്ല, ഒരു ക്ലാരിറ്റിയും കിട്ടില്ല. പേടിച്ചിങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ ഞെട്ടി ഉണരും, എല്ലാം തകർന്ന്, എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഉറങ്ങാൻ കഴിയില്ല. എന്താ ചെയ്യുക? എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ എല്ലാവരും നമുക്ക് കളിക്കളം നമുക്ക് കളിക്കളവും കാണികളൊക്കെ നമുക്ക് എതിരാവും. അവിടെ നിന്ന് കളി തുടങ്ങണം. തീയിൽ കുരുത്തവനാവും, വെയിലത്ത് വാടൂല. സോ മേക്ക് എ കമ്മിറ്റ്മെന്റ് ടു യുവർ സെൽഫ്. അങ്ങനെ കേപ്പബിലിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ബിൽഡ് ചെയ്തിട്ടുള്ള കേപ്പബിലിറ്റിയിൽ നിന്ന് നിനക്ക് കോൺഫിഡൻസ് വരും. യെസ്, ഐ ക്യാൻ ഡു ഇറ്റ്. അവിടെ നിന്ന് കോൺഫിഡൻസ് വരും. അതാണ് 5ാമത്തെ സ്റ്റേജ്. ഞാൻ ചെയ്യും, എന്നെ കൊണ്ട് ഇനിയും ചെയ്യാൻ പറ്റും. അത് ഓവർ കോൺഫിഡൻസ് ആവാതെ നോക്കണം. വീണ്ടും പോയിട്ട് പഴയ മിസ്റ്റേക്ക് ചെയ്യരുത്. ലേൺ ഫ്രം ദ മിസ്റ്റേക്സ്. ബി ഓൾവേസ് അവെയർ. പണ്ട് ചെയ്ത മിസ്റ്റേക്സുകൾ ചെയ്യരുത്. അഹങ്കാരി ആവരുത്. പണ്ട് ചെയ്ത മിസ്റ്റേക്ക് അതാണ്. ഉത്തരവാദിത്ത ബോധമില്ലാതാവരുത്. Be responsible. Don't make that mistake ever again. Protect your dream. Keep your dream and continue. അടുത്ത സി അതാണ്, 6ാമത്തെ സി, കണ്ടിന്യൂ. എന്താ കണ്ടിന്യൂ ചെയ്യേണ്ടത്? ഈ 5 സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുക. ഓൾവേസ് കണ്ടിന്യൂ. Again take another challenge. എടുക്കാൻ കഴിയില്ല. വലിയ ചാലഞ്ച്. എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നടുത്ത് അടുത്ത ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. 1,20,000 കോഴ്സ് ഞാൻ റൺ ചെയ്യും. I'm taking a commitment. I don't know how I'm going to do it, but I'm going to do it. I'm going to fucking do it. And that's what is going to happen. That's how you do it. You take another big challenge, go for it. Prove it to yourself, not to anybody. Where I can prove it. You prove it to yourself. You build a better self-image. Millionaire ആവണം.
ബില്യനെയർ ആവണോ, മില്യനെയർ ആവണോ, കോടിപതി ആവണോ, ലക്ഷാധിപതി ആവണോ, യു സെറ്റ് അനദർ കമ്മിറ്റ്മെന്റ്. അടുത്ത ഗോൾ സെറ്റ് ചെയ്യണം, അനദർ കമ്മിറ്റ്മെന്റ്. അതാക്കാൻ സഹായിക്കുന്ന വലിയ കമ്മിറ്റ്മെന്റ് സെറ്റ് ചെയ്യണം. ഐ ആം ഗോയിങ് ടു ഡു ഇറ്റ് എന്ന കമ്മിറ്റ്മെന്റ് സെറ്റ് ചെയ്യണം. അതിലേക്ക് ഇറങ്ങിത്തിരിക്കണം. ഐ വിൽ ഫിക്സ് മൈ പ്രോബ്ലംസ്, ഐ ഹാവ് ടു ഡു ഇറ്റ്. അതിന് വേണ്ടിയിട്ട് ഹീൽ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ട്രോമാസ് ഹീൽ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഇരുന്ന് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ എന്താ വെച്ചാൽ സെൽഫ് മിറർ പ്രാക്ടീസ് ചെയ്യണോ, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണോ, whatever that you have to do, you have to do it. അതിന് വേണ്ടിയിട്ട് 100 പേരെ വിളിക്കണം, അതിന് വേണ്ടിയിട്ട് വെബിനാർ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യണം, അതിന് വേണ്ടിയിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകണം, അതിന് വേണ്ടിയിട്ട് സെയിൽസിലേക്ക് ഇറങ്ങണം, അതിന് വേണ്ടിയിട്ട് ടീമിനെ ബിൽഡ് ചെയ്യണോ, ടീമിനെ ട്രെയിൻ ചെയ്യണോ, കാര്യങ്ങൾ ചെയ്യണം. യു ഹാവ് ടു ഡു ഇറ്റ്. യു ഹാവ് ടു ഷട്ട് അപ്പ് ആൻഡ് ഡു ഇറ്റ്. Nobody is going to do it for you. വേറെ ആരും വന്നിട്ട് ചെയ്യൂല. Because it's your fucking dream. ഇത് നിന്റെ ഡ്രീമാണ്, ഇത് നിന്റെ സ്വപ്നമാണ്. Nobody is going to do it. ഇറ്റ്സ് യുവർ ബ്ലഡി ഡ്രീം. നമ്മുടെ സ്വപ്നമാണ്, വേറെ ഒരാളുടെയും സ്വപ്നമല്ല. മനസ്സിലാവുന്നുണ്ടോ? Nobody is going to do it for you. We have to do it. Nobody. വേറെ ഒരാളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരില്ല. സോ കാത്തിരിക്കേണ്ട. ബി അക്കൗണ്ടബിൾ ഫോർ യുവർ സെൽഫ്. വേറെ ആളുണ്ടെങ്കിൽ നല്ലത്, പക്ഷെ ചില സമയത്ത് അങ്ങനെ ഒരാളുണ്ടാവില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ പ്രശ്നങ്ങളുടെ നടുവിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചുറ്റും പ്രശ്നങ്ങളായിരിക്കും. എത്ര പേര് ഇത് അനുഭവിച്ചിട്ടുണ്ട്? മീന്ന് കമന്റ് ചെയ്തോളൂ. എത്ര പേര് ഇത് അനുഭവിക്കുന്നുണ്ട്? ഇപ്പൊ കറന്റ്ലി അനുഭവിച്ചിട്ടുണ്ട്. അവർക്കത് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞത് എന്താ. അതെ, ഏറ്റവും വലിയ പണി കിട്ടുമ്പോൾ അത്രമേൽ ശക്തമാവും നമ്മൾ. മുബീന പറയുന്നു, യെസ്, അത്രമേൽ ശക്തമായി. എത്ര വലിയ പണിയാണ് കിട്ടുന്നത് അത്രയ്ക്കും നല്ലതാ. ഒരു 10-50 കോടിയുടെ പണി കിട്ടിയിട്ടുണ്ടോ? അത്രയും ശക്തമാണ് നിങ്ങൾ. 50 കോടിയുടെ ശക്തനായി കീഴടങ്ങാൻ തയ്യാറാവരുത്. ആ 50 കോടി ഏറ്റെടുക്കണം. ഇത് ഞാൻ വീട്ടും. അപ്പൊ 50 കോടി വീട്ടാനുള്ള ശക്തി ഉണ്ടായേ പറ്റൂ. റൈറ്റ്? യെസ്, സുധീർ സാർ പറയുന്നു, തേർഡ് വൺ ഈസ് ഓപ്പണിംഗ് അപ്പ് ഓഫ് ക്രിയേറ്റീവ് ബ്രെയിൻ. യെസ്, ക്രിയേറ്റീവ് ബ്രെയിൻ ഓപ്പൺ അപ്പ് ആവും. ഐ മീൻ നിങ്ങൾ ക്രിയേറ്റീവ് ബ്രെയിൻ ഓപ്പൺ അപ്പ് ആവും. യെസ്, ദർ ഇസ് നോ അതർ ഓപ്ഷൻ. നിങ്ങളുടെ ചോദ്യം മാറും. നിങ്ങളുടെ ബ്രെയിനിലെ ചോദ്യം എങ്ങനെ ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുള്ള ചോദ്യത്തിലേക്ക് പോകും. ദാറ്റ്സ് ഹൗ യു ഗോണ ഡു ഇറ്റ്. യെസ്, അനുഭവിച്ചു, പഠിക്കുന്നു, മാറ്റം വരുന്നു. വെരി ഗുഡ് പ്രവീൺ ജി, താങ്ക് യു. രാജ് ഖാൻ എന്തോ ചോദിക്കാനുണ്ടോ? യെസ്, ചോദിക്കാനാണോ അതോ കൈപ്പൊക്കിയതാണോ? എനിക്കറിയില്ല. I don't know. If you have any questions, you can ask. So ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, you will be all alone on the way of achieving your goals. നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്ന യാത്ര നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. സോ ആരുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും കാത്തു നിൽക്കേണ്ട. അങ്ങനെ കാത്തു നിന്നിട്ട് കാര്യമില്ല. കിട്ടുമോ നോക്ക്. തേർഡ്, ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ ഹമ്പിളായിട്ട് ചോദിക്കുക. അല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ള അഹങ്കാരം വേണ്ട. നമുക്ക് വേറൊരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചോദിക്കുന്നത് നല്ലത്. അല്ലാതെ ഞാൻ തൊല്ലാം ഒറ്റയ്ക്ക് ചെയ്യുമെന്നുള്ള അഹങ്കാരത്തോട് കൂടിയിട്ട് അത് ചെയ്യേണ്ട. അതും വിഡിത്തമാണ്. ആരും ഇല്ലെങ്കിൽ ഞാൻ ഇത് ഏറ്റെടുത്ത് ചെയ്യൽ, അത് വേറെ വഴിയില്ല, ഞാൻ ചെയ്യാം. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കൂടെ കൂട്ടുക, ഇത്രയും ബെസ്റ്റാണ്. ഞാൻ ആദ്യം ചെയ്തൊരു കാര്യമാണ്. ഒറ്റക്കാണ്, പക്ഷെ ഇനി എന്ത് ചെയ്യും? തീരുമാനിച്ച് ആലോചിച്ച് ആരെങ്കിലും ഒരാളെ കൂടെ കൂട്ടാൻ പറ്റുമെങ്കിൽ കൂടെ കൂട്ടുക. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളാരാണ് നോക്കി കൂടെ കൂട്ടി. ഒരാൾ എത്രയും പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്ത് കൂടെ കൂട്ടി. ആൾക്കുള്ള സംഗതികൾ കൊടുത്തു, അടുത്ത ആളെ കൂടെ കൂട്ടി, അടുത്തുള്ള ആളെ കൂടെ എന്താണോ കൊടുക്കാൻ കഴിയുന്ന പേയ്മെന്റ് കൊടുത്തു, അത് കൂടെ കൂട്ടി ബിൽഡ് ചെയ്ത് ബെനിഫിറ്റ് കൂട്ടി കൊണ്ടുവന്നു. അങ്ങനെ കൂട്ടി കൊണ്ടുവന്നതിനനുസരിച്ച് വിഹിതം കൂട്ടി കൊടുത്തു. You got it? That's how you build it. Share your benefits with the right people and they will be with you. And always think that, always understand that. Wrong ആയിട്ടുള്ള, നിങ്ങൾക്ക് വലിയൊരു വിഷൻ ഉണ്ട്, നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട്, നിങ്ങൾക്ക് കുറെ പ്രശ്നങ്ങൾ തീർക്കാനുണ്ട്. ഈ യാത്രയുടെ ഇടയിൽ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് ആരെങ്കിലും എന്താ വെച്ചാൽ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ, നിങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടാക്കുന്ന പ്രശ്നമുള്ള ആൾക്കാരെ കൂടെ കൂട്ടരുത്. അതാരാണെന്നുണ്ടെങ്കിലും അവരോട് അപ്പം തന്നെ എന്താ വെച്ചാൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പറഞ്ഞു പിരിയുക.
കൂടുതൽ കാലം കൊണ്ട് നടക്കരുതായിരുന്നു. നമുക്കോ 50 കോടിയുടെ താങ്ങാനുണ്ട്, 50 ലക്ഷത്തിന്റെ താങ്ങാനുണ്ട്, 20 ലക്ഷത്തിന്റെ താങ്ങാനുണ്ട്. ഇനി ഇവരെയും കൂടെ താങ്ങില്ലെന്ന് സംഭവിക്കുക. നമ്മുടെ സ്വപ്നം എന്താണോ, നമ്മൾ കൂടെ കൂട്ടിയ ആരാണ്, നമ്മുടെ സ്വപ്നം എന്താണോ അതിലേക്ക് നമ്മളെ താങ്ങി തള്ളി മുകളിലേക്ക് വിടാനുള്ള ആൾക്കാരാണ്. അതിന് പകരം നമ്മൾ അങ്ങോട്ട് പോകുമ്പം പഠിച്ച് തൂങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അച്ഛ പോകല്ലേ എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്. നെഗറ്റിവിറ്റിയും പ്രശ്നങ്ങളും എത്ര നമ്മൾ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിലൂടെ കടന്നു പോകുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നല്ല ആൾക്ക് എന്ത് ചെയ്യുക, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും, നല്ല ആൾക്ക് അത് പിരിയും. എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യുക. അങ്ങനത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാതെ കിടക്കരുത്. അവരൊറ്റ വ്യക്തി കാരണം, അവരൊറ്റ പ്രശ്നങ്ങൾ കാരണം കുറേയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഗൈഡ് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയാണ് ചെയ്യണം, ഇങ്ങനെയാണ് ചെയ്യണം. ചെയ്യാൻ പറ്റുന്നില്ലേ, ലീവ് ദം. സോ ദാറ്റ് ബിക്കോസ് അതല്ലെങ്കിൽ ആ വ്യക്തി എന്താ നിങ്ങൾക്കൊരു ഭാരമായി മാറും, ആ വ്യക്തി എന്തായി മാറും, നിങ്ങൾക്കൊരു ചലഞ്ചായി മാറും, ആ വ്യക്തി എന്താവും, ആ വ്യക്തിക്കും ഒരു ചലഞ്ചായി മാറും, നിങ്ങൾക്കൊരു ചലഞ്ചായി മാറും. അവർക്കും ചിലപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ജോലിയിലായിരിക്കില്ല അവർ നിൽക്കുന്നുണ്ടാവും, അവർക്ക് ചെയ്യാൻ കഴിയുന്ന ജോലിയിലായിരിക്കില്ല അവർ നിൽക്കുന്നത്. ഒന്നുകിൽ അവരുടെ നിങ്ങളുടെ റോൾ എന്ത് ചെയ്യുക, ഡിഫൈൻ മാറ്റിക്കൊണ്ടിരിക്കുക. നിങ്ങൾ റോള് മാറ്റുക. അതും റെഡി ആവുന്നില്ല, വർക്കൗട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ പ്രൊജക്റ്റ് ആയിരിക്കും ചിലപ്പം ആൾക്ക് ആപ്റ്റ് ആവുന്നത്, ആ പ്രൊജക്റ്റിലേക്ക് വിടുക. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബേസിക് പാറ്റേൺ അവർ ചേഞ്ച് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ പാഷൻ്റെ പ്രശ്നമായിരിക്കാം, അതാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നോക്കാം. പാഷൻ്റെ പ്രശ്നമല്ല, ചിലരുടെ ബേസിക് ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് ചേഞ്ച് ചെയ്യാൻ ഒരു ലിമിറ്റും ബിലീഫ്, ലൈഫിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അത് അവർ ചേഞ്ച് ചെയ്യാൻ തയ്യാറുള്ള, അതിന് വേണ്ടിയുള്ള ഹീലിംഗോ സപ്പോർട്ടോ കാര്യങ്ങളോ ട്രെയിനിങ്ങോ ഗൈഡൻസോ എന്താ വെച്ചാൽ കൊടുക്കാം. എന്നിട്ട് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ലീവ് ദം. അവർക്ക് വേറെ പ്രൊജക്റ്റ്, അവർക്ക് പറ്റിയ പ്രൊജക്റ്റ് അവർ കണ്ടെത്തുന്നതായിരിക്കും അവർക്ക് ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും സ്ട്രഗിൾ ചെയ്യും. ദെൻ യു ആർ ഫ്രീ ഫ്രം ഇറ്റ്, യു ഫ്ലൈ ഹൈ, ദേ ആൾസോ ഫ്ലൈ ഹൈ. അവർക്കും നല്ലതാണ്, അവർക്കും അപ്പോഴാണ് തിരിച്ചറിവുണ്ടാവും, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഐ ആം ലൂസിങ് മൈ ഓപ്പർച്യൂണിറ്റീസ് എന്ന ചിന്ത അവർക്കും വരും. ദാറ്റ് ഇസ് ആൾസോ വിൽ ബി ബെനിഫിറ്റഡ് ഫോർ യു. അവർ കണ്ണു തുറക്കാം, അപ്പോഴാണ്. അതുവരെ കണ്ണു തുറക്കാത്തവർക്ക് കണ്ണു തുറക്കും. അവർക്കും ഇതേപോലെ എന്താ വെച്ചാൽ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കാനുള്ള ഒരു ഫിക്സ് ചെയ്യണം, എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ഫിക്സ് ചെയ്തപ്പോഴും നോബഡി ഈസ് ഗോയിങ് ടു ഫിക്സ് ഫോർ മീ എന്നൊരു ചിന്ത എടുക്കാനും അത് ഹെൽപ്ഫുൾ ആവും. സോ ഇറ്റ് ഈസ് ആക്ച്വലി യു ആർ ഹെൽപ്പിംഗ് ദം ആൻഡ് യു ആർ ഓൾസോ ഹെൽപ്പിംഗ് യുവർ സെൽഫ്. ബ്രിങ് ദ സപ്പോർട്ട് സിസ്റ്റം കൊണ്ടുവരണം. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി പാർട്ണറായിട്ട് നിങ്ങൾ കൂടെ കൂട്ടുന്ന ആൾക്കാർ റൈറ്റ് ആൾക്കാരായിരിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആരെങ്കിലും ഒരാളെ കൂട്ടിയാൽ പോരാ, അതാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്. റൈറ്റ് ആൾക്കാരെ വെച്ചിട്ട് എന്ത് ചെയ്യണം, കൂടെ കൂട്ടണം. റൈറ്റ് ആണോ അല്ലേ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം? ഒന്നുമില്ല, അവരായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞേ പറ്റൂ, അവരായിട്ട് നിക്കാഹ് കഴിച്ചേ പറ്റൂ, അവർ കൂടെ കൂട്ടിയേ പറ്റൂ. അപ്പോഴേ അറിയുള്ളൂ, കുറച്ച് കാലം കഴിയുമ്പോഴേ അറിയുള്ളൂ അല്ലേ ഇത് റൈറ്റ് ആണോ റോങ് ആണോ. യെസ് ഓർ നോ? When you live with them, when you work with them, when you travel with them, then only you know. ശരിക്കും അറിയുള്ളൂ. നമുക്ക് പരമാവധിയൊക്കെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ എന്നാൽ പോലും അപ്പൊ അത് നമ്മൾ പരമാവധി നോക്കാം. എന്നാൽ പോലും ചില കേസിൽ എന്താ വെച്ചാൽ നമുക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ബിൽഡ് ചെയ്യണം. Once you understood that person is not fit for you, you have to find a way. പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. നടക്കില്ല എന്നാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ഗോ. സോ എന്നിട്ട് എന്ത് ചെയ്യണം, യു ലെറ്റ് ഗോ ആൻഡ് യു അടുത്തത് ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വർക്ക് ചെയ്ത് വിട്ട് അപ്പൊ കുറച്ചൊക്കെ അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക. ആൻഡ് ദാറ്റ്സ് ഓക്കെ. It's part of life. Sometimes you make mistakes. Sometimes you have to work with the wrong people, and that's okay. That's not a bad person. അവർ ചിലപ്പോൾ ബാഡ് പേഴ്സൺ ആയതുകൊണ്ടായിരിക്കില്ല, അക്കൗണ്ടബിലിറ്റി പാർട്ണർ ബാഡ് പേഴ്സൺ ആയതുകൊണ്ടായിരിക്കില്ല, റോങ് പേഴ്സൺ ആയിരിക്കും. ഈ റോങ് പേഴ്സൺ എന്ന് പറയുന്നത് അയാളുടെ തെറ്റല്ല, റോങ് പേഴ്സൺ നമ്മുടെ തെറ്റാ, തെരഞ്ഞെടുത്ത നമ്മുടെ തെറ്റാ. ഐ മീൻ റൈറ്റ്. ഒരാൾ റോങ് ആയി പോകുന്നതും ബാഡായി പോകുന്നതും രണ്ടാണ്. ഒരാൾ ബാഡ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആ ബാഡ് ആയിട്ടുള്ള ആൾക്കാരെന്താണ് വന്നിട്ട് നമ്മളെ നശിപ്പിക്കും. അവർ പണി ചെയ്യില്ലെന്ന് മാത്രമല്ല നമ്മളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കും, എക്സ്ക്യൂസ് പറയും, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, അങ്ങനെ പ്രശ്നമാണ്, ഇങ്ങനെ പ്രശ്നമാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ലീവ് ചെയ്യാനാണ്. ഐഡന്റിഫൈഡ് ആൻഡ് ലീവ് ദം. അവരെയും ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുക. ബാഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ ബാഡ് ആയത് എങ്ങനെയാണ്, അവർ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോയിട്ടാണ്. അത് തിരിച്ചറിയുക, അവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക, നോക്കുക. ഇല്ല അവർ അതിൽ തന്നെ സ്റ്റേ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവരോട് പറയാം യു ഹാവ് ടു ഫിക്സ് ഇറ്റ് ആൻഡ് ദെൻ കം ബാക്ക്, ദെൻ ദാറ്റ്സ് ഫൈൻ, നമുക്ക് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ യു ആർ ഹേർട്ടിങ് മീ, എന്നെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യു ആർ ഹേർട്ടിങ് അവർ എൻ്റെ ഗോളിലേക്കുള്ള യാത്ര എന്നെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ അത് ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. സോ നമുക്ക് ഇപ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ. ആൻഡ് ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു.
യു ടേക്ക് എ ഡിസിഷൻ ആൻഡ് ക്ലിയർ ഇറ്റ്. എന്നിട്ട് എന്തെങ്കിലും വെച്ചാൽ മൂവ് ഓൺ. റോങ് പേഴ്സൺ എന്താണ്? അയാൾ നമ്മൾ തിരഞ്ഞെടുത്ത റോളിന് അയാൾ ഫിറ്റല്ല. അയാൾ വേറെ എന്തോ റോളിന് ചിലപ്പോൾ ഫിറ്റായിരിക്കും, അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ വേറെ പ്രൊജക്റ്റിൽ ഫിറ്റായിരിക്കും, അയാൾ വേറെ മേഖലയിൽ ഫിറ്റായിരിക്കും. ആസ് എ റൈറ്റ് പേഴ്സൺ റോ ആ റോങ് പേഴ്സൺ നമ്മുടെ സെലക്ഷൻ്റെ പ്രശ്നം, നമ്മുടെ ഉത്തരവാദിത്തം നമ്മളാണ്. അതും നമ്മൾ ക്ലിയർ ചെയ്യൽ നമ്മുടെ ഉത്തരവാദിത്തം. എന്താണെങ്കിലും നമ്മുടെ ഉത്തരവാദിത്തം മൊത്തം. ഏത് പ്രശ്നമാണെങ്കിലും അത് സോൾവ് ചെയ്യൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. സ്വർണ്ണം. അപ്പോൾ നമുക്ക് പലപ്പോഴും എന്താ വെച്ചാൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ സോൾവ് ചെയ്യും. നോ ബഡി ഈസ് ഗോയിങ് ടു സോൾവ് ഇറ്റ് ഫോർ യു. ഈ യൂണിവേഴ്സ് എല്ലാവരോടും ഒരേപോലെ, ഈ പ്രപഞ്ചം എല്ലാവരോടും ഒരേപോലെയാണ്. കഴിഞ്ഞ സെഷനിൽ ഒരാൾ പറഞ്ഞു, സലീന പറഞ്ഞു അല്ലേ, സൺഡേയിലെ സെഷൻ ആരൊക്കെ ഉണ്ടായിരുന്നു? ഒന്ന് കമന്റ് ചെയ്ത്, നീ ഒന്ന് കമന്റ് ചെയ്യും, ജസ്റ്റ് കമന്റ് ചെയ്യും. അത് കമന്റ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്ത ബോധമെങ്കിലും കാണിക്കാം. ഓക്കെ, നിങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉണ്ടായിരുന്നുവെങ്കിൽ നീ ഒന്ന് കമന്റ് ചെയ്യും, ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യും. അവിടെ ഇന്നലെ നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സലീനയാണ്. സലീന, ഇഫ് യു ആർ ദെയർ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ദെയർ യെസ്റ്റർഡേ ആൻഡ് ഷെയറിംഗ് ലോട്ട് ഓഫ് വാല്യുബിൾ ഇൻസൈറ്റ്സ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റിയില്ലേ ഇന്നലെ? ഞാൻ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു എന്താ പറയുക, സലീനയുടെ ഒരു ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയൊരു പാഠം എന്താ വെച്ചാൽ, സലീന പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മുടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള തന്നെ ഒരു പോയിന്റ് തന്നെ പുള്ളിക്കാരി ഇവിടെ ഷെയർ ചെയ്തു. അത് ഷെയർ ചെയ്തൊരു കാര്യം ഇതാണ്, ഈ യൂണിവേഴ്സ് എല്ലാവരോടും ഒരുപോലെയാണ്. നിങ്ങൾക്ക് ട്രോമ ഉണ്ടെന്നോ, നിങ്ങൾക്ക് പെയിനിലാണെന്നോ, നിങ്ങൾ 50 കോടി കടത്തിലാണെന്നോ, നിങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് മക്കളെ നഷ്ടപ്പെട്ടെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വലിയ രീതിയിൽ വലിയ സക്സസ് നേടിയെന്നോ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. എല്ലാവരെയും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരൊറ്റ റൂളേ ഉള്ളൂ, പോസിറ്റീവായി ചിന്തിച്ചാൽ പോസിറ്റീവായിട്ട് നൽകും. പോസിറ്റീവ് അല്ലേ, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ, അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ പണ്ട് എന്തായിരുന്നു, പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു, പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു, നിങ്ങളുടെ ഉള്ളിൽ ആത്മാർത്ഥത ഉണ്ടോ, നിങ്ങളുടെ ഉള്ളിൽ നല്ല മനുഷ്യനാണോ, ഇതൊന്നും അവിടെ പണിയെടുത്ത റിസൾട്ടും ഉണ്ട്. ഇല്ലേ ഇല്ല, സിമ്പിൾ. നമ്മൾ എങ്ങനെ നമ്മുടെ സിറ്റുവേഷനെ കാണുന്നു, നമ്മൾ എങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നു, നമ്മൾ എങ്ങനെ ഏത് ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പണിയെടുക്കാനില്ല, ഒരു പണിയെടുക്കാനും തയ്യാറല്ല, ഒരു എഫേർട്ട് ഇടാനും തയ്യാറല്ല, കാര്യങ്ങൾ ചെയ്യാനും തയ്യാറല്ല, ഇതെല്ലാം നടക്കണം, ഇതെല്ലാം റെഡിയായി വരണം എന്ന ചിന്തയിലാണ് നിൽക്കുന്നതെങ്കിൽ that's not going to happen. ക്ലിയർ ആണോ പറഞ്ഞത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. യുവർ ലൈഫ് വിൽ ബി സ്റ്റക്ക് there. ഇവിടെ യൂണിവേഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, യൂണിവേഴ്സ് ഈസ് ന്യൂട്രൽ. ഒരു റിയാലിറ്റി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ EFT ലൈഫ് മാസ്റ്ററി പ്രോഗ്രാമിൽ. യൂണിവേഴ്സ് ഈസ് ന്യൂട്രൽ ആണ് യൂണിവേഴ്സ്. ഇവിടെ ആർക്കും എന്തും അവൈലബിൾ. നിങ്ങളുടെ വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല, സംഗതികൾ ഒരു പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് എല്ലാം ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് സിറ്റുവേഷനും നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, ഒരു അനുഭവത്തെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫെയിലർ ആയിട്ട് എടുക്കാം. അതൊരു എക്സ്പീരിയൻസ്, അതൊരു സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരമായിട്ട് എടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ ശക്തനാക്കാനും നിങ്ങളെ തിരിച്ചു വരാനുള്ള അവസരമാക്കിയിട്ട് എടുക്കാം. അതല്ല നിങ്ങൾക്കൊരു വേക്കപ്പ് കോൾ ആയിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പണി, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പരാജയം, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ചലഞ്ചസ്, ഇതെല്ലാം നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഫിയർ, നിങ്ങളുടെ ഉള്ളിൽ ആ സംഗതി എന്താ വെച്ചാൽ, ഞാൻ പേടിയാണല്ലോ, എനിക്ക് പേടിയാവും എന്ന് ചിന്തിക്കാം. അതിനല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, ഈ പേടിയുള്ളത് കൊണ്ട് എനിക്കൊരു ബോധമുണ്ട്, എനിക്കൊരു അന്തമുണ്ട്, എനിക്കൊരു ചിന്തയുണ്ട്, എനിക്കൊരു ഉത്തരവാദിത്ത ബോധമുണ്ട്, അത് വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ട് മുന്നോട്ട്. ദിസ് ഈസ് എ ഫ്യൂവൽ. ഞാൻ പേടിക്കുന്നു. പേടിച്ചില്ലാണ്ടായി, കരുത്ത് നഷ്ടപ്പെട്ട് ആകെ ഡൗണിനായി തളർന്നു. അതൊരു ആറ്റിറ്റ്യൂഡ്. ഒരേ സാധനം, ഒബ്സ്റ്റക്കിൾ ഈസ് ദ വേ. നിങ്ങളുടെ തടസ്സമാണ്, നിങ്ങളുടെ ചാലഞ്ചാണ് നിങ്ങളുടെ വഴി. ആ ചാലഞ്ചിനെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഗതി ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചുവിടുക. എനിക്ക് പേടിയാണ്. ഈ പേടി നല്ലതിനാണ്, ഈ പേടി ഉണ്ടാകുന്നത് നല്ലതിനാണ്, ഈ പേടി ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യേണ്ട, പണിയെടുക്കണം, എൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ പേടി എന്നെ നശിപ്പിക്കും, അതുകൊണ്ട് ഞാൻ ഈ പേടിയെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു യൂസ് ദിസ് പവർ ഓഫ് ഫിയർ ടു ഗൈഡ് മീ. എന്നെ ഞാൻ ഗൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. കാരണം എൻ്റെ പണി ഞാൻ എടുക്കാൻ എനിക്ക് ബോധമുണ്ടാകും. യെസ്, വെരി ഗുഡ്. ഈ ബോധം എനിക്ക് നല്ലത്. സെയിം എക്സ്പീരിയൻസ്, different application. Universe will provide
യൂണിവേഴ്സ് എന്ത് കൊടുക്കും? പേടിച്ച് പേടിച്ച് ഞാൻ തളരും, ഞാൻ ആകെ തകർന്നില്ലാണ്ടാൻ പോകും, ഞാൻ ആരുമില്ലല്ലോ, ഒറ്റയ്ക്കാണല്ലോ, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? യൂണിവേഴ്സ് പറയും തഥാസ്തു, അങ്ങനെയാവട്ടെ. വന്നിട്ട് പറയും, നീ എന്താണോ നീ എന്നോട് ചോദിക്കുന്നത്, അങ്ങനെയാവട്ടെ. ലോ ഓഫ് അട്രാക്ഷൻ ആണ്. നിങ്ങൾ എന്താണോ ഫീൽ ചെയ്ത് പേടി, ഞാൻ തളരും. ഓക്കെ, അങ്ങനെ ആവട്ടെ. തളർത്തും. അവിടെ വന്നിട്ട് പറയും, എനിക്ക് പേടിയുണ്ട്, സംഗതികളുണ്ടെങ്കിലും ഞാൻ ഇതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്താ വെച്ചാൽ ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി. പക്ഷെ ഞാനിതിന് എന്ത് ചെയ്യും? ഈ ഒരു പേടി നല്ലതാണ്, കാരണം ഇതെനിക്കിതുള്ളത് കൊണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റും, എനിക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും, എനിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും, നല്ല രീതിയിൽ ഞാൻ അച്ചീവ് ചെയ്യും. പക്ഷേ യൂണിവേഴ്സ് വന്നിട്ട് പറയും തഥാസ്തു, അങ്ങനെയാവട്ടെ. ഹാർഡാണല്ലേ അത് ചെയ്യാൻ? യെസ്. മറ്റേത് ഹാർഡാണോ? ആണ്. രണ്ടും ഹാർഡാ. ഏറ്റവും കോമഡി അതാ. പക്ഷെ ഒന്നിനെന്താ വെച്ചാൽ ഒന്നിന്റെ റിസൾട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ, ഒന്നിന്റെ റിസൾട്ട് ഭയങ്കര ബാഡാണ്. Am I right? And decide what you want. Getting married is hard. Staying single is hard. അല്ലേ? ഒറ്റക്ക് ജീവിക്കുന്ന ഹാർഡാണ്. മാരേജ് ചെയ്ത് ജീവിക്കുന്നത് അതും ഹാർഡാണ്. സ്റ്റാർട്ടിങ് എ ബിസിനസ് is hard. Not starting and working under someone else as an employee is hard. വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് ഹാർഡാണ്. അയാൾ പറഞ്ഞ സമയത്തിന് പോകണം, അയാൾ പറഞ്ഞ സംഗതിയിൽ ചെയ്യണം. നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യും, നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണം, വേറെ നിങ്ങൾ കാര്യങ്ങൾ നോക്കാനുണ്ടാവില്ല. നിങ്ങൾ ഒറ്റയ്ക്കായിട്ട് നിങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്തേ പറ്റൂ. ചിലപ്പം ഇപ്പൊ 9 മണിക്കൂറേ വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ, അത് 24 മണിക്കൂർ വർക്ക് ചെയ്യേണ്ട അവസ്ഥ വരും. ദാറ്റ്സ് ഹാർഡ്. പക്ഷേ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? റിവാർഡ്സ് കിട്ടുന്നു. യു ഹാവ് എ ഫ്രീഡം, റൈറ്റ്? ബട്ട് ബോത്ത് ആർ ഹാർഡ്. പണിയെടുക്കാതെ പേടിച്ച് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഡൗൺ ആയി വിഷമിച്ച് ജീവിക്കുന്നതും ഹാർഡാ. പണിയെടുത്തേ പെട്ടു, കാര്യങ്ങൾ ചെയ്തപ്പെട്ടു, ഞാനിത് ഫേസ് ചെയ്യും, ഞാനിത് ചലഞ്ച് ഏറ്റെടുക്കും, കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, ഇത് സോൾവ് ചെയ്യും, ഞാൻ എൻ്റെ എല്ലാ കടങ്ങളും കാര്യങ്ങളും ഞാൻ എല്ലാം സോൾവ് ചെയ്യും. ദാറ്റ് ഈസ് ആൾസോ ഹാർഡ്. ദ തിങ് ഈസ് ഈദർ വേ ഇറ്റ്സ് ഹാർഡ്. പണിയെടുക്കണം, ബുദ്ധിമുട്ടാണ്. ചൂസ് ദ റൈറ്റ് ഹാർട്ട്. വേറെ വഴിയൊന്നുമില്ല. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തേ പറ്റൂ, അല്ലെ? ഒന്നെന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രശ്നങ്ങളെ ജസ്റ്റ് എന്ത് ചെയ്തു, നമുക്കത് ഫേസ് ചെയ്യാൻ നമുക്ക് പേടിയാണ്, നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്കതിനുള്ള ധൈര്യമില്ല, നമുക്കതിനുള്ള തഞ്ചേടമില്ല, നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറല്ല, ആ പെയിനിലൂടെ കടന്നു പോകാൻ റെഡിയല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നമുക്ക് സുഖിക്കണം, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പേടിച്ചിട്ട് വിഷമിച്ചിട്ട് അതിനൊരു മൂലക്കിൽ നീക്കിയിടുന്നു. നമ്മുടെ ലൈഫിലെ വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ റൂമിൽ എന്താ വെച്ചാൽ വേസ്റ്റുകൾ നമ്മൾ ക്ലീൻ ചെയ്യാതെ നീക്കിയിടുന്നത് പോലെ, മൂലക്കിൽ നീക്കിയിടുന്ന പോലെ അതിനിപ്പോൾ നമ്മുടെ കണ്ണുമറത്ത് നമ്മൾ നീക്കിയിടുന്നു, ഇഗ്നോർ ചെയ്യുന്നു, അങ്ങനെ മാറ്റി വെക്കുന്നു. ഡബിൾ ഫോഴ്സിൽ തിരിച്ചു വരുന്നത്. നമ്മൾ രാവിലെ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാണാൻ കാറ്റടിച്ചിട്ട് അത് ഘടന വന്നിട്ടുണ്ടോ? ആ ചപ്പച്ചവറുകൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ടോ? സോറോ, നമ്മൾ സോൾവ് ചെയ്യാതെ മാറ്റി വെക്കുന്ന പ്രോബ്ലം ഹാഫ് ആൻ അവർ ലേറ്റർ, 1 day later, 2 days later, 1 week later, it will come to you and show up in your face. എവിടെയായിരുന്നു ബോസ്? നമുക്ക് കുറെ പണിയുണ്ട്, റൈറ്റ്? നിങ്ങൾ കടം കൊടുക്കാനുള്ള ആൾക്കാരുടെ കോള് അറ്റൻഡ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. They will call you again. Solve that bloody problem. Face it. They will call you again. നിങ്ങൾക്ക് എക്സാം ഉണ്ടായിട്ട് പഠിക്കാതിരുന്നിട്ട് കാര്യമില്ല. എക്സാം വരും, ഫേസ് ചെയ്തേ പറ്റൂ. വീട് പണിയുണ്ട്, അത് മാറ്റി വെച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഒരു സമാധാനം കിട്ടാൻ വേണ്ടി, ഇപ്പൊ ഒരു സുഖമില്ല. നോ, get up and solve your problems right now. ഇപ്പൊ സോൾവ് ചെയ്തേ പറ്റൂ. ഇപ്പൊ ഉള്ള അവൈലബിൾ റിസോഴ്സ് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ? 1% സോൾവ് ചെയ്യാൻ പറ്റുമോ? 2% സോൾവ് ചെയ്യാൻ പറ്റുമോ? സോൾവ് ദാറ്റ്. You don't need to solve it completely. What you can solve, do it. സോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് സോൾവ് ചെയ്യാൻ. ദാറ്റ്സ് കോൾഡ് റെസ്പോൺസിബിലിറ്റി, ദാറ്റ്സ് കോൾഡ് അക്കൗണ്ടബിലിറ്റി. 100% സോൾവ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട്, ടൈം വെച്ചിട്ട്, സംഗതികൾ വെച്ചിട്ട്, കേപ്പബിലിറ്റി വെച്ചിട്ട് എന്ത് സോൾവ് ചെയ്യാൻ പറ്റും? ഫിക്സ് ഇറ്റ്. ഇഫ് യു ക്യാൻ സോൾവ് ഇറ്റ് 100%, immediately fix it. അതർവൈസ് ദാറ്റ് വിൽ ഹോണ്ട് യു ലൈക്ക്. ആ ചിന്ത ഇനി അത് ചെയ്യാനുണ്ടല്ലോ, ഇത് ചെയ്യാനുണ്ടല്ലോ, അത്ര ചെയ്യാനുണ്ടല്ലോ, ഇത്ര ചെയ്യാനുണ്ടല്ലോ, അത് ചെയ്തിട്ടില്ലല്ലോ, ഇത് ചെയ്തിട്ടില്ലല്ലോ, ആ ടാസ്ക് ഉണ്ടല്ലോ, ഈ ടാസ്ക് ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വിഷമിച്ച് ഡൗൺ ആയിട്ട് എന്താ വെച്ചാൽ അത് നിങ്ങളെ തളർത്തി ഒന്നും ചെയ്യാൻ കഴിയാത്ത നിങ്ങളുടെ സെൽഫ് ഇമേജ് മൊത്തം തകർത്തിട്ട് തളർന്ന് വല്ലാണ്ടായിട്ട് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ ഡൗൺ ആയിട്ട് നിൽക്കും.
ആലോചിച്ചിട്ട് വയ്യ, പേടിയൊന്നും. ഇത് ഈ ചിന്ത ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് നിങ്ങളോട് എന്ത് ചെയ്യും? വെറുപ്പ് ബിൽഡ് ചെയ്യും, സ്ട്രെസ് ബിൽഡ് ചെയ്യും, സംഗതികൾ ബിൽഡ് ചെയ്യും. ഈ സ്ട്രെസ് ബിൽഡ് ചെയ്ത് ദിസ് ഇസ് കോൾഡ് പ്രൊജക്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാണ്ട് ഒരു സെൽഫ് ഇമേജ് ബാഡായി തുടങ്ങും. നിങ്ങൾക്ക് സെൽഫ് ഹെയ്റ്റ് തുടങ്ങും. നിങ്ങൾ വെറുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന പ്രോബ്ലം വരും. ഈ പ്രോബ്ലത്തിനൊക്കെ പുറമെ നിങ്ങൾ ബാക്കിയുള്ളവരോട് ദേഷ്യം പിടിക്കണം, ഇറിറ്റേറ്റഡ് ആകാൻ തുടങ്ങും, ചൂടാകാൻ തുടങ്ങും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ എന്തിനായി ചൂടാകുന്നത്? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഷൗട്ട് ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇതിനെ പറയുന്നത് വെച്ചാൽ മറ്റുള്ളവരോട് ചൂടാകുന്ന ഒരിക്കലും, മറ്റുള്ളവരോട് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചൂടാകുന്നുണ്ടെങ്കിൽ, ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടല്ല നിങ്ങൾ ചൂടാകുന്നത്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള പ്രശ്നം നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. യു ആർ പ്രൊജക്ടിങ് ഓൺ ടു അതേഴ്സ്. ഇറ്റ്സ് കോൾഡ് പ്രൊജക്ഷൻ. സോ ടേക്ക് എ കമ്മിറ്റ്മെന്റ്. ഞാൻ സോൾവ് ചെയ്യാൻ പോകണം. എനിക്ക് എൻ്റെ ഓരോന്ന് ക്ലിയർ ചെയ്തപ്പെട്ടു. അപ്പം നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ നിങ്ങൾ ഒളിച്ചോടിയാൽ, യു വിൽ ഹേറ്റ് യുവർ സെൽഫ്, യു വിൽ ബി വീക്ക്, യു വിൽ ബി ഇൻ ട്രബിൾ, യു വിൽ ബി ആസ് എ ഫെയിലിയർ. സോ വാട്ട് ഡു യു വാണ്ട്? ജനിച്ചു പോയോടോ, ഇനി ജീവിക്കില്ലാതെ വേറെ വഴിയില്ല, അല്ലേ? പണിയെടുക്കല്ലാതെ വേറെ വഴിയില്ല. ആ വീട് വെക്കല്ലാതെ വേറെ വഴിയില്ല. ആ വീടിന്റെ തേപ്പ് തീർക്കല്ലാതെ വേറെ വഴിയില്ല. ആ വീട് തറയിട്ടിട്ടേ ഉള്ളൂ, അത് പണി പൂർത്തിയാക്കല്ല വേറെ വഴിയില്ല. ഞാൻ എങ്ങനെ ചെയ്യും? ഞാൻ എങ്ങനെ സോൾവ് ചെയ്യും? ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യല്ലാതെ വേറെ വഴിയില്ല. ടേക്ക് എ ബ്ലഡി ഡിസിഷൻ ആൻഡ് യു നോ വാട്ട് വിൽ ഹാപ്പൻ അതർവൈസ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾക്കറിയാം. Yes or no? So shut the fuck up and start up. Shut up and start up. വായ മൂട്, പണിയെടുക്ക്. ആരുടെ വായ മൂടുണ്ട്? നിന്റെ ഉള്ളിലുള്ള ഡയലോഗ് അടിക്കുന്ന ആളില്ലേ, അവൻ്റെ വായ മൂട്. നെഗറ്റിവിറ്റി പറയുന്നത്. നോ മോർ ബ്ലഡി എക്സ്ക്യൂസസ്, നോ മോർ പിറ്റി പാർട്ടി, നോ മോർ സ്റ്റോറീസ്, നോ മോർ സങ്കടങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ ഞാൻ ഒറ്റയ്ക്കാണ്, അതാണ് എനിക്ക് പ്രയാസം നടക്കില്ല. നോ. അപ്പൊ പറയണത് ഇറ്റ്സ് ഓക്കെ, സാരമില്ല, ഞാൻ ചെയ്യും. സമാധാനിപ്പിക്കാതെ കേട്ടോ. അല്ലാതെ പോയിട്ട് വായടക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അടക്കൂല. അത് കിടന്ന് പിന്നെയും കരയും. അത് ട്രോമ കുട്ടിയാണ്, അത് കരഞ്ഞുകൊണ്ടിരിക്കും. പുതിയൊരു വേർഡ് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ, ട്രോമക്കുട്ടി. സോ ക്യൂട്ട് റൈറ്റ്? അത് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് കരഞ്ഞുകൊണ്ടിരിക്കണം, അതിനെ സമാധാനിപ്പിക്കാതെ. ഇറ്റ്സ് ഓക്കെ, കൂടെയുണ്ട്, ഡോണ്ട് വറി. ലവ് കൊടുക്കുക, സ്നേഹം കൊടുക്കുക, കമ്പാഷൻ കൊടുക്കുക. ഓക്കെ? അതിനെ സമാധാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം? റെഡിയാക്കിയിട്ട്, കാരണം ഇത്രയും പെയിൻ അനുഭവിച്ചാൽ അതിന് ട്രോമയുണ്ട്. അതുകൊണ്ടാണ് ആ പേടി. സാറില്ല എന്ന് പറ, കൂടെ ഉണ്ടെന്ന് പറ. ഇന്നതായിരുന്നില്ലേ നമ്മൾ ചെയ്ത്? ഇന്നത്തെ മെഡിറ്റേഷൻ അതായിരുന്നില്ലേ? സമാധാനിപ്പിച്ചോ? ട്രോമ കുട്ടിയെ സമാധാനിപ്പിച്ചോ? അതിനെ സമാധാനിപ്പിച്ച് അതിനെ ക്ലിയർ ആക്കി എന്ത് വെച്ചാൽ കൊണ്ടുവരണം. യു കം ബാക്ക് ആൻഡ് യു വിൻ ഇൻ യുവർ ലൈഫ്. പറയണം ഇറ്റ്സ് ഓക്കെ. കമ്പാഷൻ, ഷോ കമ്പാഷൻ. നിങ്ങളോട് എന്ത് ചെയ്യുക? നിങ്ങൾ കമ്പാഷൻ. ഇപ്പൊ അക്കൗണ്ടബിലിറ്റി ബിൽഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്താ വേണ്ടത്? ടേക്ക് എ ഡിസിഷൻ, കമ്മിറ്റ്മെന്റ്. ചെയ്യും. എങ്ങനെയെന്ന് അറിയില്ല. അടുത്ത എന്താ സ്റ്റെപ്പ് എന്താ? ഷോ കമ്പാഷൻ. കമ്പാഷൻ കാണിക്കുക, കമ്പാഷൻ കാണിക്കുക. വലിയ പ്രശ്നത്തിലായിരിക്കും നിങ്ങൾ. ചിലപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത പ്രശ്നമായിരിക്കില്ല, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് തകർന്നുകൊണ്ടിരിക്കുകയായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. യു ഡോണ്ട് നോ ഹൗ യു വിൽ ഫിക്സ് ഇറ്റ്, ബട്ട് സേ ദാറ്റ് യുവർ സെൽഫ്, ഐ എം ഗോണ ഫിക്സ് ഇറ്റ്. എന്നിട്ട് കമ്പാഷനോട് കൂടി പെരുമാറുക. ബി കൈൻഡ് ടു യുവർ സെൽഫ്. സാരമില്ല, റെഡിയാക്കാം, വിഷമിക്കണ്ട, ഞാൻ റെഡിയാക്കി എടുക്കും. രണ്ട് ഡയലോഗും പറയണം. ഒന്നെന്താണ്? ഞാൻ റെഡിയാക്കും. രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ എന്തായാലും ഫിക്സ് ചെയ്തു. മറ്റെന്താണ്? ഇതങ്ങോട്ട് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു തളർച്ച ഉണ്ടാകും. അത് പറയാം, സാറ് വിഷമിക്കില്ല, റെഡിയാക്കും, എല്ലാം റെഡിയാക്കും. ഇങ്ങനെ രണ്ടും കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ്സ് എ ബാലൻസ് ഓഫ്. ഭയങ്കര പവർഫുൾ ആയിട്ട് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് തീരുമാനം എടുത്തേ പറ്റൂ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇത്രയും ഇങ്ങോട്ട് ധൈര്യവും സംഗതിയുടെ പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പേടിയുള്ള ആളോട് പറയാം, സാരമില്ല, റെഡിയാവും, ക്ഷമിക്കല്ലേ, ഞാനല്ലേ കൂടെ, വീടാണ്, നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇറ്റ്സ് ഓക്കെ, നമുക്ക് റെഡിയാക്കി എടുക്കാം. And that's how you build up. First 2 steps. This is very necessary. ഈ ബേസിക് 2 steps ഇല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയും.
ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് എന്നിട്ട് എന്താ വേണ്ടത്? അടുത്തത് ഹീലിംഗ് ആണ്. ട്രോമ ഹീലിംഗിൽ ഇരിക്കണം. കാരണം പലപ്പോഴും എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഹീലിംഗിന് വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഒന്ന് കമ്പാഷനായിട്ടായിട്ട് പെരുമാറുക, രണ്ടാമത് ഹീലിംഗിന് തെറാപ്പികളിലൂടെ കടന്നു പോവുക. എൻ്റെ ഈ തിരിച്ചു വരവിന് ഞാൻ തെറാപ്പിയിലൂടെ എടുക്കല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. ഐ ഹാവ് ടു ഗോ ആൻഡ് ഡു ഓൾ ദി തെറാപ്പീസ്. ഞാൻ മുയലിന്റെ സ്വഭാവം കാണിച്ചതാണ്, അതിന് കിട്ടിയ പണിയാണ്. അപ്പം എന്ത് ചെയ്യണം? എല്ലാം ഞാൻ നിർത്തിവെച്ച തെറാപ്പീസും എന്ത് ചെയ്യണം? വട്ട് എവർ ദാറ്റ് യു ഹാവ് സ്റ്റോപ്പ്. മെഡിറ്റേഷൻ ഉണ്ടോ? മെഡിറ്റേഷൻ പ്രാക്ടീസ്. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യുക. ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യുക. എന്തുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല? ഫിക്സ് ഇറ്റ്. ഫൊർഗീവ്നെസ് കൊടുക്കാനുണ്ടോ? കൊടുക്കുക, വിട്ട് കളയുക, ലെറ്റ് ഗോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രീ ആവുക. യു ഹാവ് ടു ഇംപ്രൂവ് യുവർ സെൽഫ്, വർക്ക് ഓൺ യുവർ സെൽഫ്, വർക്ക് ഓൺ യുവർ സെൽഫ്, വർക്ക് ഓൺ യുവർ സെൽഫ്, വർക്ക് ഓൺ യുവർ സെൽഫ്. ആൻഡ് ദെൻ യു ഡു ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ, നോൺ സ്റ്റോപ്പ്, അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. Then that's how you come back. അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ എന്താ വെച്ചാൽ വർക്ക് ചെയ്തിട്ട് വരും. And that's how you come back. അങ്ങനെ നിങ്ങൾ എന്താവണം? ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. You got it? എന്നിട്ട് നിങ്ങൾ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണറെ കണ്ടെത്തുക. എങ്ങനെയാണ് അക്കൗണ്ടബിലിറ്റി പാർട്ണറെ കണ്ടെത്തുക? ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. ദാറ്റ് ഈസ് ബിക്കമിങ് എ അക്കൗണ്ടബിലിറ്റി പാർട്ണർ. ഫൈൻഡ് എൻ അക്കൗണ്ടബിലിറ്റി. ചലഞ്ചസ് ആണ് ഫീലിംഗ് ലോൺലി ആണോ, ഒറ്റയ്ക്കാണോ? കോഴ്സിൽ ജോയിൻ ചെയ്യും. ഞാൻ വേഗം ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരാളെ കണ്ടെത്തണം. നമ്മൾ ആദ്യം ഒരു തീരുമാനം എടുക്കുക, വേറെ ആരുണ്ടാവില്ല, നമ്മൾ തന്നെ എടുത്താൽ പറ്റും. രണ്ടാമത്തെ എന്താണ്? അക്കൗണ്ടബിലിറ്റി പാർട്ണർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ജോയിൻ എ ഗ്രൂപ്പ് വിത്ത് സിമിലർ ഗോൾസ്. അതാണ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. സിമിലർ ഗോൾ ഉള്ള ആൾക്കാരുടെ കൂടെ, സിമിലർ പ്രോബ്ലം ഉള്ള ആൾക്കാരുടെ അപ്പോൾ ഒരു കോഴ്സിൽ അങ്ങ് ജോയിൻ ചെയ്യുക. അതാണ് നമ്മുടെ 23-ാം തീയതി നടക്കുന്ന നമ്മുടെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 5-ാം തീയതി നടക്കുന്ന കുട്ടികളുടെ സ്റ്റുഡൻസ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മക്കളെ ജോയിൻ ചെയ്യിപ്പിക്കാം. അവർക്ക് അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സിനെ കിട്ടട്ടെ, അവർ ചിന്തിച്ചു തുടങ്ങട്ടെ, അവർക്ക് അവയർനെസ് ആവട്ടെ. സ്റ്റുഡൻസിനുള്ള പ്രോഗ്രാം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് അതിലേക്ക് പങ്കെടുപ്പിക്കാം. അതിൻ്റെ ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതേപോലെ 23-ാം തീയതി പ്രോഗ്രാം നടക്കുന്നുണ്ട്. 9,800 ആണ് കോഴ്സ് ഫീ വരുന്നത്. നിങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ആക്ച്വൽ കോഴ്സ് ഫീ വരുന്നത് 12,000 ആണ്. അടുത്ത ബാച്ചിൽ 12,000 rupees ആയിരിക്കും കോഴ്സ് ഫീ വരുന്നുണ്ടാവുക. സോ കം ടു ആൻഡ് ഡു ദ പ്രോഗ്രാം ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, അപ്പോൾ അതെന്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് വരാം, പങ്കെടുക്കാം. ഫൈൻഡ് എൻ അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഓർ ജോയിൻ ഗ്രൂപ്പ് വിത്ത് സിമിലർ ഗോൾസ്. സിമിലർ ഗോൾസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള ആൾക്കാരുടെ കൂടെ ജോയിൻ ചെയ്യും. എന്നിട്ട് എന്ത് ഹീലിംഗ് എടുക്കുക, സപ്പോർട്ട് എടുക്കുക. ആ സപ്പോർട്ട് എടുക്കുമ്പോൾ ആ സപ്പോർട്ടിലൂടെ നമ്മൾ, ചിലപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വി കൻ നോട്ട് ഗെറ്റ് അപ്പ്, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒറ്റയ്ക്ക് എണീക്കാൻ കഴിയില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് നോർമൽ. സംടൈംസ് വി നീഡ് സംബഡി. ഇപ്പം ഈ ക്ലാസ് കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ അല്ലേ? സ്വർണ്ണം ഇത് ഫ്രീ ക്ലാസ്സാണ്, പക്ഷെ നിങ്ങളെ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്യുന്ന നമ്മുടെ പ്രോഗ്രാമിൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങളുടെ പ്രശ്നം ശരിക്കും ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് തരുന്ന, നിങ്ങളുടെ ട്രോമാസ് ശരിക്കും ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് എന്താ വെച്ചാൽ കേപ്പബിലിറ്റി തരുന്ന ഒരു ടൂള് തരുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? യു വിൽ ബി സ്ട്രോങ്ങർ. സോ ഷെയർ യുവർ ഗോൾസ് പബ്ലിക്കലി വിത്ത് ഓർ മെൻറ്റർ ടു ഇൻക്രീസ് കമ്മിറ്റ്മെന്റ്. ആ പ്രോഗ്രാമിൽ നിങ്ങളുടെ മെൻറ്ററോട് എന്ത് ചെയ്യുക? നിങ്ങൾ ഗോൾസ് പബ്ലിക്കായിട്ട് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. അപ്പോൾ അത് കമ്മിറ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യും. ഇവിടെ നിങ്ങളുടെ അടുത്ത ഗോളുകളൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ പ്രൊപ്പർ അനുഭവിക്കുന്ന പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലം ഇവിടെ പറയാം. എന്നിട്ട് എന്ത് കമന്റ് ചെയ്യുക? വാട്ട് യു ആർ ഗോയിങ് ടു ഡു അബൌട്ട് ഇറ്റ്. ഇവിടെ പറയാം വാട്ട് യു ആർ ഗോയിങ് ടു ഡു ഇറ്റ്. സീക്ക് പ്രൊഫഷണൽ കോച്ചിങ് ഓർ മെന്ററിംഗ് ഫോർ അഡീഷണൽ ഗൈഡൻസ്. അതാണ് പറയുന്നത്. നമുക്ക് ചിലപ്പം പ്രൊഫഷണൽ കോച്ചിങ് വേണ്ടി വരും. അതാണ് അക്കൗണ്ടബിലിറ്റി സപ്പോർട്ട് എന്ന് പറയുന്നത്. മെന്ററിംഗ് ഫോർ അഡീഷണൽ ഗൈഡൻസ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന പ്രോഗ്രാമിലേക്ക് വരും. ദാറ്റ്സ് വൈ യു ഹാവ് ടു ഡു ദ കോഴ്സ്. That's why. So, Anime, what are you feeling now? Course le 10 ദിവസത്തെ കോച്ചിങ് കഴിഞ്ഞപ്പോൾ what you are feeling now? Are you feeling confident? What is your feeling? Oh, yes, I'm in the right track now. Yeah? ട്രാക്കിലേക്ക് എത്തിയോ? Yeah, അതെ. കോഴ്സിന് മുമ്പുള്ള അവസ്ഥ ആക്ച്വലി ഇന്നാണ് എന്റെ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞത്. ലാസ്റ്റ് ക്ലാസ് ഇന്നാണ് അറ്റൻഡ് ചെയ്തത്. അപ്പം വളരെ നല്ലതായിട്ട് തോന്നി, വളരെ ഹെൽപ്ഫുൾ ആണ്. അത് ചെയ്തില്ലായിരുന്നെങ്കിൽ വളരെ ലോസ് ആയി പോയി എന്നെ. ഏറ്റവും വലിയ രസകരമായ കാര്യം നിമ്മി, ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ബിക്കോസ് വൺ തിങ്, ബിക്കോസ് ഓൺലൈനിൽ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ഐ ആം റെഡി ടു ഡു ഇറ്റ് എന്ന് പറയുന്ന കമ്മിറ്റ്മെന്റ് ഉണ്ട്. എനിക്കിത് ചെയ്തേ പറ്റൂ. കാരണം എത്രയോ ആൾക്കാരുണ്ട് ഇത് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് ഈ ടൈം ശരിയാവില്ല, എനിക്ക് ബിസിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഹൗ ഡിഡ് യു കംപ്ലീറ്റ് ഇറ്റ്? വാട്ട് വാസ് ദ റീസൺ? വാട്ട് വാസ് യുവർ മോട്ടീവ്? വാട്ട് വാസ് അതിന്റെ കാരണം എന്തായിരുന്നു? നിങ്ങളുടെ അവസ്ഥയായിരുന്നു അതിന് കാരണം? നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്താ പറയുക, എന്താണെങ്കിലും ഹാർഡാണ്, അത് ചെയ്തേ പറ്റൂ. അല്ല കംഫർട്ട് സോൺ നോക്കിയിട്ട് നിൽക്കായിരുന്നെങ്കിൽ ലൈവ് ക്ലാസ് എനിക്ക് കാനഡ ടൈമിൽ കിട്ടട്ടെ. കാനഡ ടൈമിൽ കിട്ടിയില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടിയത്, നിങ്ങൾക്ക് ഇന്ത്യൻ ടൈമിലാണ് കിട്ടിയത് അല്ലേ?
കാനഡയിൽ ഏർലി മോർണിംഗിലുള്ള സമയത്ത് നിങ്ങൾ പിന്നെ റെക്കോർഡ്സുകളൊക്കെ കേട്ടിട്ടാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. ആൻഡ് വാട്ട് വാസ് ദ റീസൺ? എന്തുകൊണ്ട് അത്രയും ഒക്കെ റിസ്ക് എടുക്കാനുള്ള കാരണം? വാട്ട് വാസ് ദ പെയിൻ? എന്തോ ഒരു പെയിൻ, എന്തോ ഒരു ബുദ്ധിമുട്ട് അല്പം ഉണ്ടാവാം അതിന്റെ പിന്നിൽ. രക്ഷപ്പെടണം എന്നുള്ള കടുത്ത ആഗ്രഹമാണ്. വാട്ട് ഹാപ്പൻ? അത് അതായത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനാണ് ഞാൻ ആക്ച്വലി വന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മള് മുത്ത് തേടി പോയിട്ട് നമുക്ക് രത്നം കിട്ടിയ അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഇരിക്കണേ. നമ്മുടെ ഇമോഷണൽ ട്രോമാസ് ഒക്കെ ഹീലായി. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ ലാഗ് ചെയ്യണായിരുന്നു സ്റ്റഡീസ്. ഇപ്പൊ ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എന്റെ ലൈഫ് ഈ പാർട്ട്നേഴ്സ് ഉണ്ട്. 3 പേര് കൂടിയാണ് ഞങ്ങൾ ഈ സംഭവത്തിന് അപ്ലൈ ചെയ്തത്. അപ്പം ഈ തൊമന അയുമ്പോ ചാണ്ടി മുറുകുമ്പോ തൊമന എന്ന പോലെയാണ് അവസ്ഥ. അതായത് 3 പേർക്ക് 3 ഒപ്പീനിയൻ ആണ്. നമുക്ക് ഈ മാസം എഴുതാം, ഇല്ലെങ്കിൽ അടുത്ത മാസം എഴുതാം. എല്ലാവരും മാറ്റി മാറ്റി ഡേറ്റ് മാറ്റിക്കൊണ്ടിരുന്നു. പിന്നെ അവസാനം ഇതിന്നെല്ലാം കംപ്ലീറ്റ്ലി വിട്ട് എല്ലാവരും അവരവരുടെ, ഇപ്പൊ ഒരാളാണെങ്കിൽ ഇപ്പൊ അതിന്ന് കംപ്ലീറ്റ്ലി വിട്ടിട്ട് ഇരിക്കണേണ്. ഇനി എഴുതണില്ല എന്നുള്ള ഇതിലാണ് അവരിയ്ക്കണ, ഒരു കുട്ടി ഇരിക്കണേ. അപ്പം ഞാനും മൊത്തത്തില് എന്താ പറയാ, സ്ട്രെസ്ഡ് ആയി മൊത്തം. എന്താ ചെയ്യാ ഇനി എന്നുള്ള പോലെ നമ്മളും കുറച്ചങ്ങനെ ലാഗായി. അപ്പൊ നല്ല ഗ്യാപ്പ് വന്നു. കോച്ചിങ് എടുത്ത എന്റെ ഇതും കഴിഞ്ഞു, ടൈം പീരീഡും കഴിഞ്ഞു. പക്ഷെ നോട്ട്സ് എല്ലാം ഉണ്ട്. പക്ഷെ ആ ടൈം അപ്പൊ തന്നെ എഴുതായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടിപ്പോയേനെ. പക്ഷെ അതിങ്ങനെ ലാഗായി നിന്ന് ഇത്ര ആയി. ഇപ്പൊ 6 months ആയി ഗ്യാപ്പ് വന്നിട്ട്. അപ്പം ഇപ്പൊ എന്തായാലും രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും സ്റ്റഡീസ് എല്ലാം. അപ്പൊ ഇനിയിപ്പോ ഫെബ്രുവരിയിലാണ് ഇപ്പൊ ഞാൻ അടുത്ത ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കണം. എന്തായാലും എഴുതണം, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും. എന്നാലും മാക്സിമം അതാണ് ലിമിറ്റ് ടൈം. ഫെബ്രുവരിയിൽ എന്തായാലും എക്സാം എഴുതും. അതെ അതെ, കിട്ടണം. അതെ, ബാക്കി പിന്നെ കിട്ടിയില്ലെങ്കിൽ കിട്ടണം, അത് കിട്ടണം, നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? കിട്ടണം, കിട്ടിയേ പറ്റും. കിട്ടണം. അതെ, കിട്ടിയേ പറ്റൂ. കാരണം ഇപ്പൊ നമുക്ക് ഓൾറെഡി പേപ്പർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആണ്. ഇത്ര നാളും പിന്നെ അങ്ങനെയായിരുന്നു, പേപ്പർ വർക്ക് ശരിയായിട്ടില്ല. ഇവിടത്തെ ഗവൺമെന്റും അവിടുത്തെ ഗവൺമെന്റും തമ്മിലുള്ള കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. അവരെ എൻക്വയറിക്ക് എല്ലാം വിടും, അതിനൊക്കെ ടൈം എടുക്കും നല്ല പോലെ. അതുപോലും ശരിയാവാത്ത ആൾക്കാരുണ്ട് ഇപ്പോഴും. നമ്മുടെ എല്ലാം റെഡി ആയിട്ടിരിക്കണേ, ജസ്റ്റ് എക്സാം എഴുതിയാൽ മതി. അപ്പൊ അതെല്ലാം റെഡി ആയിട്ടിരിക്കണേ. അപ്പൊ എന്തായാലും ഇനി 3 monthsനുള്ളിൽ അത് എഴുതണം. ഫെബ്രുവരിയാണ് ഞാൻ അപ്പൊ വിചാരിച്ചിരിക്കുന്ന അങ്ങനെ ഡേറ്റ്. എന്തായിരുന്നു ഈ ഒരു, ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്തായിരുന്നു റീസൺ? അതായത് ഇത് ഇങ്ങനെ ഈ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ, വേറെ വഴിയില്ല, ഇനിയിപ്പോ ഞാനായിട്ട് തീരുമാനിച്ചപ്പെട്ടു അതിന് വേണ്ടിയിട്ട് ഈ ഒരു കോച്ചിങ് എടുക്കാൻ, കോഴ്സ് എടുക്കാനുള്ള കാരണം എന്തായിരുന്നു നിമ്മി? വാട്ട് വാസ് ദ റീസൺ? ഒരു റെക്കോർഡ് മോട്ടിവേഷൻ കേൾക്കേണ്ടി ആകും വരും നമുക്ക്. അല്ലെ? റെക്കോർഡ് കേൾക്കണ്ടേ? കോഴ്സ് എടുക്കുമ്പോൾ വിചാരിച്ചിട്ടില്ല എന്താ പറയാ, ലൈവ് തന്നെ കേൾക്കാന്ന് വിചാരിച്ചിരുന്നത്, കാരണം കാനഡ അതെ ടൈം. അതെ അതെ, അങ്ങനെ തന്നെ വിചാരിച്ചത്. എനിക്കറിയില്ലായിരുന്നു. ആ, പിന്നെ വേറെ വഴിയില്ലല്ലോ. എന്തായാലും ഇതിന്ന് കൂടി രക്ഷപ്പെടുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് തിങ് ആയിരിക്കും. അപ്പൊ ഒരു വഴിയില്ലാണ്ടിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചാൻസ് കിട്ടുന്നത് നല്ലതല്ലേ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷെ നല്ലതാണ്. ഇപ്പൊ എനിക്ക് ആ സെയിം ട്രാക്കിൽ വേണ്ടി ഇപ്പൊ അവർ രണ്ടുപേരും എഴുതിയില്ലെങ്കിലും എന്തായാലും ഞാൻ എന്തായാലും എഴുതുന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഇപ്പൊ ഉണ്ട്. ഇതിൽ വരുന്നതിലും മുന്നേ എനിക്കതില്ലായിരുന്നു. നല്ല വ്യത്യാസമുണ്ട് നമ്മൾ പഠിച്ചതും ഇവിടെ പഠിച്ചതും എല്ലാ കാര്യങ്ങളിലും നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് വന്നു ഇപ്പൊ. വന്നു. വെരി ഗുഡ്. ഐ എം റിയലി ഹാപ്പി ഫോർ യു. ബിക്കോസ് കാരണം നമ്മുടെ അവസ്ഥ, നമ്മളെന്താ വെച്ചാൽ ആ റെക്കോർഡ്സ് നിങ്ങൾ കേട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തുള്ളൂ. അധികം ആൾക്കാർ ചെയ്യില്ല. 95% അതിന്നാണ് ലാസ്റ്റ് ആയത് കേട്ടോ. എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ തന്നെ, നമ്മളെ പോലെ അധികം ആൾക്കാരെന്ന് വെച്ചാൽ ഓൺലൈനിൽ കോഴ്സ് പർച്ചേസ് ചെയ്യും. എത്രയോ കോഴ്സുകൾ പർച്ചേസ് ചെയ്യും, ഫിനിഷ് ചെയ്തിട്ടില്ല. They don't finish. Most of the time എന്താ വെച്ചാൽ റെക്കോർഡ്സ്. പക്ഷേ യു ഹാവ് ഡൺ ഇറ്റ്. റെക്കോർഡ്സ് കേട്ടിട്ട് ഫിനിഷ് ചെയ്യാന്ന് പറയാം. എത്രയെന്ന് അറിയാം, ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരുടെ ഫിനിഷിംഗ് റേറ്റ് എന്ന് പറയുന്നത്, അധികം ആൾക്കാർ എന്താ വെച്ചാൽ 5% ഒക്കെയാണ് എന്താ വെച്ചാൽ ഫിനിഷ് ചെയ്യുന്ന ആൾക്കാരുള്ളത്. സോ യു ആർ ഇൻ ദാറ്റ് കാറ്റഗറി. സോ അത് പ്രത്യേകിച്ച് ഇതിന് കാരണം എനിക്ക് തോന്നുന്നു ഈ കോഴ്സ് ആയതുകൊണ്ടാണ്. കാരണം ട്രോമ നന്നായിട്ട് ഹീൽ ചെയ്യുന്ന കോഴ്സ് ആയതുകൊണ്ട് ദിസ് കൈൻഡ് ഓഫ് ചാലഞ്ചസ് യു വിൽ ഏബിൾ ടു ഓവർകം ആസ് വെൽ. സോ എല്ലാവരോടും പറയാനുള്ളത്, നിമ്മിയുടെ ഈ ഒരു സ്റ്റോറി ഉള്ളതുപോലെ, നിമ്മി, വാട്ട് ഈസ് ദ വൺ തിങ് യു ആർ ഡൂയിങ് എവറി ഡേ? ഇപ്പൊ ഈ കോഴ്സിൽ നിന്ന് പഠിച്ചിട്ട് എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? നിമ്മി ഒരു ദിവസം നമുക്ക് സൺഡേയിൽ വരുമോ? നെക്സ്റ്റ് വീക്ക് സൺഡേയിൽ ഒന്ന് വരുമോ? ക്യാൻ യു കം ഓൺ സൺഡേ? നെക്സ്റ്റ് ഡ്യൂട്ടി ആയിരിക്കും. ഇപ്പൊ ഈ സൺഡേ എനിക്ക് വർക്ക് ഓഫ് ആയിരുന്നു. ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ആണ് വന്നത് ഓഫ്. നോ ഇഷ്യൂ. ഈ സൺഡേയിൽ എനിക്ക് കുഴപ്പമില്ല. നിമ്മി ഒരു കാര്യം ചെയ്ത്, ഈ സൺഡേ വേണ്ട, ഫ്യൂച്ചറിൽ നമുക്കൊന്ന് കാണണം എന്തായാലും. ഐ വാണ്ട് യു ടു കം ഓൺ ടീമിൽ വരണം. വേറൊരു ദിവസം ഒരു മേ ബി 2-3 വീക്സ് കഴിഞ്ഞിട്ടോ എപ്പോഴാச்சுം ഒഴിവ് കിട്ടുന്ന സമയം ഉണ്ടെങ്കിലും ഒന്ന് അറിയിക്കാം. അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ദ റിയൽമി എന്ന് പറഞ്ഞ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരുന്നു. അത് ഇസ്മി ദ റിയൽമി അറ്റൻഡ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഇപ്പോ സെലീന മാമിന്റെ കണ്ടായിരുന്നു. അതിന് മുന്നത്തെ മിസ്സായി. അത് കഴിഞ്ഞാൽ മറ്റേ ഫൈസൽ സാറോ അങ്ങനെ ഒരു സെഫിൽ സാർ, ആ സാറിന്റെയും കണ്ടായിരുന്നു.
Yeah, very good. ഓൾട്ടർനേറ്റ് സൺഡേയിലാണ് ഞങ്ങൾക്ക് ഓഫ് വരുന്നത്. Yeah. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത സൺഡേയിലോ നല്ല പിന്നെയുള്ള വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ വർക്ക് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് ഞാനും മുന്നത്തെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനിവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഫെമിലിയർ അല്ല. അപ്പൊ എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നമ്മൾ അവിടെ ഡ്യൂട്ടിക്ക് ഇടുന്നത് അവിടെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. Yeah. നമുക്ക് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമുക്ക് സെയിം ഡിപ്പാർട്ട്മെന്റ് തന്നെ എന്താണ് അവര് അവിടെ തന്നെ ഇടുള്ളൂ, നമുക്ക് അവിടെ തന്നെ വർക്ക് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മള് അന്ന് leave ഉണ്ടാവില്ല. അപ്പൊ നമ്മള് പുറത്തുനിന്ന് വന്ന ഇന്ത്യയിൽ വന്നതായതുകൊണ്ട് നമുക്ക് ഇവിടെ പോയിട്ട് ആർഗ്യൂ ചെയ്യാനൊന്നും പറ്റില്ല. ഇവരെന്ത് പറയുന്നോ അതുപോലെ തന്നെ ചെയ്യണം. അപ്പൊ എന്നാലും എന്റെ ഒരു ഇത് വെച്ച് ഞാൻ ഇവിടെയാണ് ഡ്യൂട്ടി, പുതിയ സ്ഥലത്താണ് നിന്റെ വർക്ക് എന്ന് പറയുമ്പോ ഞാൻ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആവും. പിന്നെ ഞാനൊരു പ്രഖ്യാപനം നടത്തും, അവിടെ എന്ത് പ്രോബ്ലം വന്നാലും ഞാൻ റെസ്പോൺസിബിൾ അല്ല, ഞാൻ ഇവിടുത്തെ റുട്ടീൻ ആളല്ല. നമ്മുടെ പേടി കൊണ്ട് പറയണാണ്. അത് കേൾക്കുമ്പോ അവര് വിചാരിക്കും, ഓ ഇവളിങ്ങനെ പറയണെങ്കിൽ ഒന്നുകിൽ എന്നെ പഴയ ഡിപ്പാർട്ട്മെന്റിലോട്ട് തന്നെ മാറ്റും, ഞാൻ എപ്പോഴും വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തേക്ക് തന്നെ മാറ്റി തരും, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ അവിടെ തന്നെ വെക്കും. അപ്പൊ ഞാനാണ് സ്ട്രെസ്ഡ് ആവുന്നത്. കാരണം എനിക്ക് Yeah. അവിടുത്തെ റുട്ടീൻ അറിയില്ല. നമ്മുടെ ആളുകളെല്ലാം ഡെയിലി ആൾക്കാരല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഏജൻസിക്കാരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. Yeah. എന്നും വേറെ ആളുകളായിരിക്കും ഡ്യൂട്ടിക്ക് വരിക. അപ്പൊ നമ്മൾ ആദ്യമായിട്ടായിരിക്കും അവരെ കാണുന്നത് തന്നെ. അപ്പൊ Yeah. നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഒന്നും ഇല്ല ഇവിടെ. അപ്പൊ ഇപ്രാവശ്യം ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞ പിന്നെ ഡ്യൂട്ടിക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നിമ്മി നീ എന്ന സെക്കൻഡ് ഫ്ലോറിലാണ് നിന്റെ അടുത്ത് പറഞ്ഞപ്പോ വേറെ ഒരു വെയിറ്റ് ചെയ്യാനാണ്. ഓ ഇന്ന് റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ പോലെ ഞാൻ ആണോ സെക്കൻഡ് ഫ്ലോറിലാണോ ഓക്കെ ഉള്ള പോലെയാണ് ഞാൻ ഇരിക്കണേ. കാരണം ആ ഫ്രസ്ട്രേഷനോ പേടി കാണിക്കണില്ല. അപ്പൊ അവര് വെയിറ്റ് ചെയ്യണുണ്ട് എന്താണ് അടുത്ത അവളുടെ റിയാക്ഷൻ. അപ്പൊ അതിൽ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പൊ എന്താണെങ്കിലും അത് ഫേസ് ചെയ്യാന്നുള്ള പോലെയുള്ള ഒരു കറേജ്. അപ്പൊ ഇന്നിപ്പോ പറഞ്ഞ സംഗതി, അതായത് നമുക്കൊരു സിറ്റുവേഷൻ നമുക്ക് നമ്മളെന്താണോ അല്ലെ, നമ്മളെന്താണോ എങ്ങനെയാണോ നമ്മൾ അനുസരിച്ച് യൂണിറ്റ് നമുക്ക് തരും. തഥാസ്തു. അതൊന്നും എനിക്ക് പേടിയാണ്, ബുദ്ധിമുട്ടാണ്, എനിക്ക് സ്ട്രെസ് ആണ്. ഓക്കെ തഥാസ്തു, സ്ട്രെസ്, താങ്കൾക്ക് സ്ട്രെസ് ഇരിക്കട്ടെ എന്ന് അതെ അതെ, ആ ദിവസം മൊത്തം പറഞ്ഞല്ലേ. ഡ്യൂട്ടി തീരണ വരെ നമ്മൾ പേടിച്ചാണ് അവിടെ നിക്കണത്. കാരണം You know what? Now അറിയില്ല ചില I can give കാര്യങ്ങളൊക്കെ, you, അവിടുത്തെ റുട്ടീൻ can I give അറിയില്ല. you, നമ്മൾ വന്നിട്ട് ആകെ can I 1.5 give you a കൊല്ലമായിട്ടുള്ളൂ ഇവിടെ. Yeah. നിമ്മി, can I give you a different perspective? Because ഇതേ സ്ട്രെസ് വരുന്ന സമയത്ത് നിമ്മിക്ക് ഇനി എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയോ? As a medical health professional, you will be having a variety of experience from there. Right? ഓരോ ഡിപ്പാർട്ട്മെന്റിലും അത് ശരിയാണ്. So that will help you as to become a superintendent. റൈറ്റ്? സീനിയർ ലെവൽ, സൂപ്രണ്ട് ലെവലിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടാനുള്ള ആ എക്സ്പീരിയൻസും എക്സ്പോഷറും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യും. അത് നിങ്ങളുടെ ശരിയാണ്, അത് കറക്റ്റ് ആണ്. And that's what you should focus on. ഇതിൽ നിന്ന് എന്ത് കിട്ടും എനിക്ക് എന്ന് ഫോക്കസ് ചെയ്യാം. And then you focus, drive, അതിലേക്ക് ഗോൾ കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ വേറെ ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, പറക്കും. ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ പ്രശ്നങ്ങൾ അതോടുകൂടി തീരും. പിന്നെ നിങ്ങൾക്ക് അവസരങ്ങളാണ്. Same thing. Every problem becomes an opportunity. Obstacle is the way എന്ന് പറഞ്ഞ പോലെ towards your. ഇപ്പൊ ഇതെന്താ, ഇതൊരു പ്രശ്നമായിരുന്നു. ഇപ്പൊ നമ്മുടെ കോഴ്സ് ചെയ്തതിനു ശേഷം it became an opportunity ആയിട്ടാണ് ഇപ്പൊ എടുക്കുന്നത്. Very good, fantastic. I'm really happy for you. കാരണം അത് നിങ്ങൾ എന്താ വെച്ചാൽ that's how we all should see all our problems. നമ്മുടെ പ്രോബ്ലംസിനെ എല്ലാം നമ്മൾ കാണുന്നത്. കാരണം ചില സമയത്തൊക്കെ ഇവര് മാറ്റി തന്നില്ല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കിടന്ന് കരയും. എനിക്കത് ഫേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്റെ അടുത്ത് പറയും, സാരില്ല നിമ്മി, നമ്മൾ എന്തായാലും ഇവിടെ വന്നു, ഇനിയിപ്പോ സഹിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ത്യയിലൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ഞാൻ ഇനി വർക്ക് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വേറെ ഇതിൽ കയറാം. അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇഷ്ടംമാരുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റില്ല. നമ്മൾ എവിടെയാണോ അവിടെ തന്നെ നിന്നേ പറ്റുള്ളൂ. നമ്മുടെ വിസ അവിടേക്കാണ് അടിച്ചേക്കണത്. ആക്ച്വലി എന്താ വെച്ചാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ ലൈഫിൽ പല ടോക്സിസിറ്റി നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. The reality is like that. നമ്മൾ പറയുന്ന പല ടോക്സിസിറ്റിയും പല സ്ട്രെസ്സും പല ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. ഇവിടെ ആക്ച്വലി എന്താ വെച്ചാൽ ഓപ്ഷൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, ആ ഓപ്ഷൻസ് ഉണ്ടാവേണ്ട ആവശ്യമില്ല. യു കം ഹിയർ, യു വർക്ക്, ദിസ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ. ഞാൻ ഒരു വേർഡും കൂടി പറഞ്ഞുതരാം, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഇറ്റ് വിൽ ഹാവ് ലൈക്ക് ഇൻകൺവീനിയൻസ് ഈസ് അഡ്വഞ്ചറസ് wrongly taken. Inconvenience is adventurous wrongly taken. And adventurous is inconvenience rightly taken. എഴുതി വെച്ചു, ഒരു കോട്ടായിട്ട് എഴുതി വെക്കണ സാധനം. എനിക്ക് എൻ്റെ ഡിഗ്രി അധ്യാപകൻ പറഞ്ഞു തന്നു കോളേജിൽ നിന്ന്. ഞങ്ങൾ രണ്ടുപേരും എന്ന് വെച്ചാൽ ഞങ്ങൾ യാത്ര ചെയ്ത വാഹനം കേടുവന്നു. സാറിന് വണ്ടിയിൽ കേടുവന്നു. അപ്പം
യാത്ര ചെയ്യാൻ വണ്ടിയില്ല, ഞങ്ങളിങ്ങനെ റോട്ടിൽ കുടുങ്ങി കിടക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ വിഷമിക്കുകയാണ്, ഇങ്ങനെ സ്ട്രെസ് ആവുകയാണ്, വണ്ടി ഓടുന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അങ്ങനെ. അപ്പം എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞു, ഷാഫി, അഡ്വഞ്ചറസ് ഈസ് അഡ്വഞ്ചറസ് ഈസ് ഇൻകൺവീനിയൻസ് റൈറ്റ്ലി ടേക്കൺ. അസൗകര്യത്തെ ശരിയായ രീതിയിൽ എടുക്കുന്നതാണ് സാഹസികത. അസൗകര്യം എന്ന് പറയുന്നത് സാഹസികതയെ തെറ്റായ രീതിയിൽ എടുക്കുന്നതാണ്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്തോളും കാര്യങ്ങൾ. ഇത് എൻ്റെ ലൈഫിൽ എപ്പോഴും ഓർമ്മിക്കുന്നൊരു കാര്യം. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, എൻ്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം വരും, ഈ സാറിൻ്റെ മുഖം വരും. രാജേന്ദ്രവർമ്മ സാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഡിഗ്രിക്ക് എന്നെ പഠിപ്പിച്ചിരുന്നു സാറേ. he was a very good person. സോ എനിക്ക് നിങ്ങളോട് നിമ്മിയോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിമ്മി ഇതേ ഓപ്പർച്യൂണിറ്റി അല്ലേ, ഓൾറെഡി നിമ്മി അതിലെടുത്തു. അപ്പൊ അഡ്വഞ്ചറസ് ആയിട്ട് കാണുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അഡ്വഞ്ചറസ് ആണ് നിമ്മിക്ക്. ഏത് ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ ചെയ്തോട്ടെ, എനിക്ക് പഠിക്കാമല്ലോ എന്നുള്ള രീതിയിലേക്ക് ഡു ഇറ്റ് ആൻഡ് ഫേസ് ഇറ്റ് ആൻഡ് എക്സ്പ്ലോർ യുവർ സ്കിൽസ്, ഇംപ്രൂവ് യുവർ സ്കിൽസ്. അത്രയും നോളജ് കിട്ടും, അത്രയും ഡിപ്പാർട്ട്മെന്റ്, അത്രയും ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ദാറ്റ്സ് മേക്ക് യു എ ബെറ്റർ പേഴ്സൺ. ഇത്രയും ആൾക്കാർ, ഡിഫറെന്റ് ആൾക്കാരായില്ലേ, ഡിഫറെന്റ് ന്യൂ എക്സ്പീരിയൻസ് ആയിട്ട് കാണുക. ഇതൊരു പുതിയൊരു ആറ്റിറ്റ്യൂഡ്. എനിക്ക് പുതിയ ഒരാളെ പരിചയപ്പെടാമല്ലോ, പുതിയ സ്റ്റോറി കേൾക്കാമല്ലോ, പുതിയ ആൾക്കാരായിട്ട്. അതിന് പകരം ഇനി പുതിയ ആള് അയാളെ അങ്ങനെ കടന്നതിന് പകരം ഐ വാണ്ട് ടു മേബി ലേൺ ഫ്രം ഹിം. അയാളിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാൻ പറ്റും, അയാളിൽ നിന്ന് എനിക്ക് എന്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അയാളെ എനിക്ക് എങ്ങനെ അയാളെ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും, അയാളെങ്ങനെ എനിക്ക് കയ്യിലെടുക്കാൻ പറ്റും. ഇറ്റ്സ് എ ന്യൂ ചാലഞ്ച് ഫോർ മീ. ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. ലൈഫിൽ എല്ലാവരും ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്തുക. താങ്ക് യു നിമ്മി ഫോർ കമ്മിങ് ഹിയർ ആൻഡ് ഷെയറിങ് യുവർ സ്റ്റോറി. ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പഠിക്കാനുണ്ട്. താങ്ക് യു. യുവർ സ്റ്റോറി നിമ്മി, യുവർ സ്റ്റോറി ഈസ് വെരി ഇൻസ്പയറിംഗ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മെന്റേഴ്സിന് വളരെ താങ്ക് യു ഉണ്ട്. കാരണം നമുക്കതൊരു എന്താ പറയാ, ഒരു ബെനിഫിറ്റ് ആണ് അത്. ഈ കോഴ്സിൽ വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വലിയൊരു ഗിഫ്റ്റ് ആണ് അവര്. നമുക്ക് ഷെയർ ചെയ്യാനാണെങ്കിലും നമ്മളെ ഗൈഡ് ചെയ്യാനാണെങ്കിലും വലിയ ഉപകാരമാണ് അത്. കാരണം നമുക്ക് പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഫ്രണ്ട്സിനോടാണെങ്കിലും ലൈഫ് പാർട്ട്ണറോടാണെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെന്ററാണ് എനിക്ക് കിട്ടിയേക്കുന്നതും. അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ലതായി ഞാൻ ഈ കോഴ്സ് ചെയ്തു. അതെ, ആയിഷ മാം ആണ്. അപ്പൊ പുള്ളിക്കാരത്തിക്കും അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ടൈമിങ്ങില് അങ്ങനെ എന്താ പറയാ, അപ്രോച്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരിയും കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ഞങ്ങളുടെ ടൈമിൽ തന്നെ ഇത്. അതെ. ബട്ട് ഷീ ഈസ് ഹെൽപ്പിംഗ് യു. സോ ഒരുപാട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സംശയിച്ച് നിൽക്കുന്നവരോട് എന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? വാട്ട് യു വാണ്ട് ടു ടെൽ ദം? അതിപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു വിളക്കിന്റെ ഉള്ളില് തിരിയിൽ എണ്ണയില്ലാതെ അതിങ്ങനെ എരിഞ്ഞെരിഞ്ഞ് നിക്കണേണ്, കത്താൻ ഒരു വഴിയില്ലാണ്ട്. അപ്പൊ അതിലോട്ട് കുറച്ച് എണ്ണ പകർന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ കത്തും? ആ ഒരു എഫക്റ്റ് ആണ് എനിക്ക് കോഴ്സ് കഴിഞ്ഞപ്പോ കിട്ടിയത്. എന്ന് വെച്ചാല് ഇനി എന്താ എന്ന് വെച്ചാൽ ലൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എന്തൊക്കെയോ ഒരു കുറവുണ്ടായിരുന്നു ഇതിന്റെ ഉള്ളില്. അപ്പോ ആ ഒരു പോസിറ്റീവ് എനർജി, നമ്മളുടെ മാർഗമുണ്ട്, ലക്ഷ്യമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അത് റൈറ്റ് ട്രാക്കിലൂടെ പോണില്ലായിരുന്നു. അപ്പം അത് ഒന്ന് പ്രോപ്പർ ചാനലിൽ ആകാൻ വേണ്ടിയിട്ട് നമ്മെ സഹായിക്കുന്ന ഒരു കോഴ്സാണ് EFT. അത് മാത്രല്ല, നമ്മുടെ മനസ്സും ക്ലിയർ ആകും, മൈൻഡ്. ഇപ്പൊ ഞങ്ങളുടെ ക്രിസ്ത്യാനിറ്റിയിൽ ഇതിന് എന്താ പറയാ, ധ്യാനം കൂടാന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ എന്റെ ഫ്രണ്ട്സ് ചോദിക്കും, നീ എന്താ ഓൺലൈൻ ധ്യാനമാണോ കൂടുന്നത്? എന്റെ നോട്ട്സ് ഒക്കെ എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഫോർഗീവ്നെസ് എന്നൊക്കെയുള്ള, അവര് എന്റെ നോട്ട്സ് അടക്കം ഇങ്ങനെ പഠിക്കാനായിട്ടുള്ള നോട്ട്സ് എടുക്കും. അപ്പൊ ഈ നോട്ട് എങ്ങനെ അവരുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഞാൻ അതെടുക്കരുത്, അതെന്റെ പേഴ്സണലാണ്. അപ്പൊ അവർ ആദ്യത്തെ പേജ് മറിക്കുമ്പോൾ ചിലപ്പോ കാണുന്നത് ഈ ഫോർഗീവ്നെസ് അങ്ങനെയൊക്കെയുള്ള വേർഡുകളായിരിക്കും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരിക്കണേ. ഇവളിത് ധ്യാനമാണോ കൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു, നിനക്കിപ്പോ ഈ ട്രാക്ക് പോണ്ടത് കൊണ്ട് നീ അത്. അവര് ഈ കോഴ്സിൽ അവരിപ്പോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ എക്സാം എഴുതാനായിട്ട് അവരിപ്പോ പ്ലാൻ ചെയ്യണില്ല. എല്ലാം റെഡി ആയതാണ്, പക്ഷെ അവർ എഴുതണില്ല. അപ്പൊ അതുകൊണ്ട് അവർ ഞാൻ ഇപ്പൊ ചേരണില്ല ക്ലാസ്. ഞാൻ ഇതിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു അവർക്കും. അപ്പൊ അവര് പറഞ്ഞു, ആവശ്യം വരുമ്പോ എടുക്കാം, ഇപ്പൊ അവര് ബിസിയാണ് എന്നൊക്കെ പറഞ്ഞു ഇതിന്ന് ജസ്റ്റ് ഒഴിഞ്ഞു. വെരി ഗുഡ്, ദാറ്റ്സ് ഓക്കെ. ആൻഡ് സംടൈംസ് സി അറ്റ്ലീസ്റ്റ് ദേ സെഡ് റൈറ്റ്, അവര് ഒരു കാര്യമെങ്കിലും പറഞ്ഞു ആവശ്യം വരുമ്പോൾ എടുക്കാമെന്നുള്ള. സോ ഡെഫിനറ്റ്ലി കാരണം ഇപ്പൊ അവർ ഈ ട്രാക്കിലല്ല, ഒരാള് ബിസിനസ് വേറെ എന്തൊക്കെയോ ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അത് ഇതിലോട്ട് ഇറങ്ങിയപ്പോഴാണ് പകുതി പേർക്ക് മനസ്സിലായത് ഇത് ഇത്ര ടഫാണ്, ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല. ഇപ്പൊ ഇൻ കേസ് നമ്മളിവിടെ ലൈസൻസ് എടുത്താലും അത് ഏത് മൊമെന്റിൽ വേണമെങ്കിലും കട്ടാവാം.
അത് Yeah. അടുത്ത തലവേദനയാണ്, Yeah, yeah. നമ്മളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മള് അതൊന്നും അന്ന് സംഭവിക്കില്ല, അല്ലെങ്കിൽ അതിന് ബെറ്റർ അപ്പൊ കാണാം, അതിനുള്ള റൈറ്റ് സൊല്യൂഷൻ അപ്പൊ വരും എന്ന് ചിന്തിച്ച് അതെ 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 അപ്പൊ നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതല്ലേ നമ്മൾ അട്രാക്ട് ചെയ്യും. സോ അതെ അതെ ഡെഫിനറ്റ്ലി വളരെയധികം സന്തോഷം നിമ്മി. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ട് സംശയിച്ച് നിൽക്കുന്നവരോട് എന്താ പറയാനുള്ളത്? Tell them to... ഉറപ്പായിട്ടും ഇതിൽ ചേരുന്നത് നല്ലതാണ്. കാരണം എന്താ പറയാ, നമുക്കൊരു റൈറ്റ് ട്രാക്കിലോട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ, ഒരു സ്പെഷ്യൽ പോസിറ്റീവ് എനർജി ഈ കോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടും. Okay. ഞാനും കുറച്ചൊക്കെ ഇങ്ങനെ ഡൗട്ട് അടിച്ചായിരുന്നു. ഇതിപ്പോ എനിക്ക് റെക്കോർഡ് ക്ലാസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ പോലും എനിക്ക് ജസ്റ്റ് മോട്ടിവേഷൻ മാത്രം മതിയല്ലോ. അപ്പൊ എന്തിനാണ് ഇനിയിപ്പോ ഇത് തന്നെ പഠിക്കാൻ നേരമില്ല. പിന്നെ അതിന്റെ ഇടയ്ക്കൂടെ വേറെ കോഴ്സും കൂടി എടുത്തു കഴിഞ്ഞാല് പിന്നെയും വേസ്റ്റ് ആവും. അപ്പൊ സമയം പിന്നെയും പോകും. അപ്പൊ അത് വേണ്ടാന്നുള്ളൊരു തിങ്കിങ് ആയിരുന്നു. പിന്നെ ഇത് ഒരു പ്രാവശ്യം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ കുറച്ചൊക്കെ മനസ്സിലായി. പിന്നെ ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോഴും നമുക്കൊരു ഐഡിയ കിട്ടി. അപ്പൊ ഒന്നുമില്ലാതെ ഇത്ര ആൾക്കാർ ഇങ്ങനെ പറയില്ലല്ലോ. അപ്പൊ എന്തോ ഒരു പോസിറ്റിവിറ്റി അതിലുണ്ട്. അപ്പൊ കോഴ്സ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. Okay. All right. Thank you so much, Nimi, for sharing your positive. You're such a positive person. Thank you so much for sharing your experience. And we are waiting for your future. വളരെ ഫ്യൂച്ചറിലുള്ള ആ ഒരു സ്റ്റോറി ഇതൊക്കെ അച്ചീവ് ചെയ്ത് അത് കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇനി അതിന് ഒരു സ്പെഷ്യൽ ഇന്ററാക്ഷനും ഇന്റർവ്യൂ ഒക്കെ നമുക്ക് നടത്തണം. അതൊക്കെ അതിനൊക്കെ സാധിക്കട്ടെ. ഓക്കെ, ഐ എം റിയലി ഹാപ്പി. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പൊ എല്ലാവരോടും ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു പറയാനുള്ളത്? നിമ്മിയുടെ സ്റ്റോറി അടക്കം ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വണ്ടർഫുൾ, സൂപ്പർ, വണ്ടർഫുൾ. ഓക്കെ ദെൻ, താങ്ക് യു. എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയൂ കേട്ടോ. കമന്റ് ചെയ്യൂ, ജസ്റ്റ് കമന്റ് ചെയ്യൂ എവരിവൺ. ഇന്നത്തെ ക്ലാസ് എങ്ങനെ? ഇന്നത്തെ ക്ലാസ് കേൾക്കേണ്ട കുറെ ആൾക്കാരുണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ? അവർക്കൊക്കെ എന്ത് ചെയ്യാ, നിങ്ങൾ നല്ല ക്ലാസ് ആണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തോടു കൂടി എന്തെങ്കിലും തീരുമാനമൊക്കെ എടുക്കണം കേട്ടോ. അതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് തൊണ്ട കീറി സംസാരിക്കുന്നത്. എടുത്തേ പറ്റൂ. ഡിസിഷൻ ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, അപ്പൊ അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ പറയാണ് എല്ലാവരോടും. എല്ലാവരും എന്ത് ചെയ്യണം, പ്രോഗ്രാമിലേക്ക് എന്ത് വെച്ചാൽ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ തീരുമാനം എടുക്കുക. അതേപോലെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുക. ന്യൂ ഇയർ ആണ് വരാൻ പോകുന്നത്. പെൻഡിങ് ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക കേട്ടോ. അത് അങ്ങോട്ട് ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് കേട്ടോ. അപ്പൊ ന്യൂ ഇയറിന്റെ സ്പെഷ്യൽ ഒരു കോഴ്സ് വേറെ വരും, അത് നമ്മൾ കാത്തിരിക്കാം, പാക്കലാം. അപ്പൊ ഇന്നത്തെ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ടീമിലേക്ക്, അതെ എന്റെ ടീമിലേക്ക് ഇതിന്റെ ലിങ്ക് ഞാൻ അയക്കും. അബ്ദുൽകുട്ടി എടപ്പാൾ, വെരി ഗുഡ്, ടീമിലേക്ക് അയക്കുക. കാരണം അടിപൊളി ക്ലാസ് ആണെന്ന് എനിക്കറിയാം ഇന്നത്തെ ക്ലാസ്. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും ഇന്നത്തെ ക്ലാസ് പൊളിയാണ്. ആ ലെവലിൽ നല്ല ക്ലാസ് ആണ് എനിക്ക് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുള്ളത്, എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതേപോലെ സ്വപ്നം കണ്ട് നടക്കുന്ന വെറും ന്യായീകരണങ്ങൾ മാത്രം പറഞ്ഞു നടക്കുന്ന ഫ്രണ്ട് ഉണ്ടാവും, അവനെ ടാഗ് ചെയ്തിട്ട് അവൻ അയച്ചു കൊടുക്ക്. അവനെന്താ വെച്ചാൽ ലിങ്ക് അയച്ചു കൊടുക്കുക. സ്വപ്നജീവി ആയിരിക്കും ആള് കാര്യങ്ങളൊന്നും ചെയ്യൂല, ഡയലോഗ് അടിക്കുന്നുണ്ടാവും. ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടാവും. അവന് വായ അടിച്ച് പണിയെടുക്കാനുള്ള സമയമായിട്ടുണ്ടോ എന്നുള്ളത് ഈ ക്ലാസ് കേട്ടിട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അതേപോലെ നിങ്ങളുടെ ബന്ധുക്കളുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവും, നിങ്ങളുടെ ബ്രദർ ഉണ്ടാവും പഠിക്ക് പോകാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സ് ഉണ്ടാവും കാര്യങ്ങൾ ചെയ്യാതെ പഠിക്കാതൊക്കെ ഇരിക്കുന്നു, അവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ മക്കളുണ്ടാവും. ഇതൊക്കെ ഒന്ന് കേട്ട് നോക്ക്, വല്ല തെളിവും വന്നോളൂ. ഓക്കെ, അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ഐ എം സൈനിങ് ഔട്ട് റൈറ്റ് നൗ ആൻഡ് വിൽ സീ യു ടുമോറോ. നാളെ വീണ്ടും അടുത്ത പോയിന്റ് വരാം. ഈ ജേണി ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ. താങ്ക് യു എവരിവൺ. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയാമോ? സഖി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഷട്ട് അപ്പ് ആൻഡ് സ്റ്റാർട്ട് അപ്പ്. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ ആണ് അല്ലേ? എനി ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ. അല്ല, നമ്മള് പ്രപഞ്ചത്തിലെ യൂണിവേഴ്സിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് അതാണ് കിട്ടുന്ന സാറ് പറഞ്ഞില്ലേ. ഇപ്പം നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് തന്നെ ഫോളോ ചെയ്യുമ്പോൾ നെഗറ്റീവ് തന്നെ യൂണിവേഴ്സിൽ തരും, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് തരും. അത് വലിയൊരു പോയിന്റ്. അത് ഇച്ചിരി ക്ലാരിഫൈ ആയി നമ്മുടെ മുമ്പോട്ടുള്ള വർക്കിലും നമ്മുടെ പ്രയറിനും. അതാണ് ശരിയെന്ന് മനസ്സിലായി, ക്ലിയർ ആയിട്ട്. വെരി ഗുഡ്, ഐ എം റിയലി ഹാപ്പി ഫോർ യു. നെക്സ്റ്റ്, എനിവൺ എൽസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ട ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല? ഇന്നത്തെ ജനറേഷൻ നമുക്ക് മിസ്സായി കൊണ്ടിരിക്കുന്നതാണ് ഒരു സ്പേസ് ഇല്ലാത്തത്. അപ്പൊ ആ സ്പേസ് ഉള്ള ഒരു ഇടായിട്ടാണ് ഈ പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നത്. പിന്നെ അതായത് നമുക്ക് എന്തും തുറന്ന് പറയാനുള്ള ഒരു ഫ്രണ്ട്സ് ഇല്ലാതെ പോവുക, പിന്നെ സ്പേസ് ഇല്ലാതെ പോവുക, പിന്നെ എന്തും പറയാൻ പറ്റുന്ന ഒരു, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഇടായിട്ട്, പിന്നെ നമ്മളെ ജഡ്ജ് ചെയ്യാൻ ഇല്ലാത്തൊരു ഇടം, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ പ്ലാറ്റ്ഫോം എനിക്ക് തോന്നിയിട്ടുള്ളത്.
താങ്ക് യു സോ മച്ച് സുജീറ ഫോർ ഷെയറിങ് യുവർ പോയിന്റ്. താങ്ക് യു. അത് നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ്. നാം ആഗ്രഹിക്കുന്ന നേടാൻ ആഗ്രഹിക്കുന്ന വർക്ക് ചെയ്യുക. സുബൈദ, ഓക്കെ. ഇമോഷണൽ ട്രോമ ക്ലാസ് ഉണ്ടോ? യെസ്, അതുണ്ട്. ഐഫോൺ, നിങ്ങളുടെ പേരെന്താണ്? അതാണ് നമ്മുടെ പ്രോഗ്രാം കേട്ടോ. ഇമോഷണൽ ട്രോമ ഹീലിംഗ് ക്ലാസ് ഉണ്ട്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് 5-ാം തീയതി തുടങ്ങുന്നത്, 15 ദിവസം. ദെൻ അത് കോഴ്സ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പിന്നെ 23-ാം തീയതി തുടങ്ങുന്ന പ്രോഗ്രാം ഉണ്ട്, അതാണ് ഇമോഷണൽ ട്രോമ ഹീലിംഗ് പ്രോഗ്രാം. ഐഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളൊന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? നിങ്ങൾ ഈ കമൻ്റ് ഇട്ട ആള് പേര് കാണുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾ പേര് കാണുന്നില്ല. ഓക്കെ, കമൻറ്റ് യുവർ നെയിം. ഓക്കെ, അപ്പോൾ ആ പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എന്ത് വരിക, ഫ്രണ്ട് ഫാമിലി റെക്കോർഡ് അയച്ചു കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്, താങ്ക് യു. സോ പ്രോഗ്രാം ഉണ്ട്, 23-ാം തീയതിയാണ് നടക്കുന്നത്. 9,800 ആണ്. 30 ഡേയ്സ് പ്രോഗ്രാമാണ്, 30 ദിവസത്തെ പ്രോഗ്രാമാണ്. അതാണ് നിമ്മി അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞ പ്രോഗ്രാം. അത് ഇമോഷൻസ് നമ്മൾ റെഗുലേറ്റ് ചെയ്ത് ട്രോമ ഹീലിംഗ് നടക്കുകയും അതിൻ്റെ കൂടെ, അത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഗോളിലേക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാം കൂടിയാണ്. സോ ഇമോഷണൽ ട്രോമ ഹീലിംഗ് അവിടെ സൈഡിൽ നടക്കും. അത് ക്ലിയർ ആവുന്നതോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ റിയൽ പൊട്ടൻഷ്യൽ നിങ്ങൾ തിരിച്ചറിയും. സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യാൻ പ്രോഗ്രാം ഉണ്ട്. യെസ്, സെൽഫ് ഡെവലപ്പ് ചെയ്യാൻ പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം ഇത് തന്നെയാണ്. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഹീൽ യുവർ ലൈഫ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഹീൽ യുവർ സെൽഫ്, നിങ്ങളെ ഹീൽ ചെയ്യുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഹീൽ ചെയ്യുക, നിങ്ങളുടെ പ്രോബ്ലംസ് ഹീൽ ചെയ്യുക, നിങ്ങളുടെ ചലഞ്ചസ് മറികടക്കുക. അത് നിങ്ങളെ ഹീൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും. അത് ആ രൂപത്തിൽ അത് ഡിസൈൻ ചെയ്തിരിക്കും. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി, എന്താ പറയുക, നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് നിങ്ങളത് ക്ലിയർ ആക്കി തരും. കുട്ടികളുടെ പ്രോഗ്രാമിൽ 10 days ഉള്ളത് 1-to-1 ലൈവ് സെഷൻ ആയിരിക്കും. യെസ്, 1-to-1 ലൈവ് സെഷൻ ആണ് കുട്ടികളുടെ പ്രോഗ്രാമിൽ. 10 days 1-to-1 ലൈവ് സെഷൻ ആണ്. 5 ദിവസം ഗ്രൂപ്പ് സെഷൻ ആണ്. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? കുട്ടികൾക്ക് എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്നുണ്ട് 1-to-1, ഒരു കോച്ചിനെ കൊടുക്കുന്നുണ്ട്, മെൻറ്ററെ കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടിക്ക് ഒരു കോച്ച്, ഒരു മെൻറ്റർ എന്നുള്ള രീതി കേട്ടോ. ഇന്ന് ഹീലിംഗ് ഉണ്ടോ? ഇന്ന് ഹീലിംഗ് ഉണ്ടോ? നിങ്ങളുടെ മെൻറ്റേഴ്സ് ആ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ പറഞ്ഞതുപോലെ, see you tomorrow. Have a great day. Enjoy.